ശ്രദ്ധിക്കുക, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന യൂണിറ്റാണ് വേവ് ഒപ്റ്റിക്സ്. നമ്മൾ ഓൾറെഡി റേ ഒപ്റ്റിക്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? റേ ഒപ്റ്റിക്സ് പറഞ്ഞ സമയത്ത് നമ്മൾ റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ പറഞ്ഞു. അതിനുശേഷം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, ഡിസ്പേർഷൻ, അങ്ങനെയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആയി നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ സമയത്ത് നമുക്കറിയാം ലൈറ്റ് നമ്മളൊരു റേ ആയിട്ടാണ് കൺസിഡർ ചെയ്തത് അല്ലേ? ലൈറ്റിനെ നമ്മളൊരു പാർട്ടിക്കിൾ പോലെ റേ ആയിട്ടായിരുന്നു കൺസിഡർ ചെയ്തത്. കാരണം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾ ഡ്യുവൽ നാച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ അല്ലേ? ഡ്യുവൽ നാച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ ആ യൂണിറ്റ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ റേഡിയേഷനൊക്കെ ഡ്യുവൽ നാച്ചറാണ്. ഇപ്പോൾ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ അല്ലേ? ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഉണ്ട് അല്ലേ? അതിലൊരു റേഡിയേഷനാണ് വിസിബിൾ ലൈറ്റ് അല്ലേ? അതിലൊരു റേഡിയേഷനാണ് വിസിബിൾ. നിങ്ങൾ ഗാമ റേസ് ഉണ്ട്, അൾട്രാ വയലറ്റ്, ഇൻഫ്രാറെഡ്, എക്സ് റേസ്, അങ്ങനെ ഒരുപാട് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ റേഡിയേഷൻ്റെയൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് വെച്ചാൽ അവർക്കൊക്കെ ഡ്യുവൽ നാച്ചറാണ് അല്ലേ? പാർട്ടിക്കിൾ നാച്ചറുണ്ട്, അതേപോലെ തന്നെ എന്തുകൊണ്ട് വേവ് നാച്ചറുണ്ട്. അപ്പോൾ നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പഠിച്ചിട്ടുണ്ട്. ആ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണ്? പാർട്ടിക്കിൾ നാച്ചറാണ്. വേവ് തിയറി ഒരിക്കലും ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്നുള്ള ഫിനോമിന എന്താണ്? പാർട്ടിക്കിൾ നാച്ചർ ഓഫ് റേഡിയേഷനാണ്. ചിലപ്പോൾ എന്തുണ്ട്? ഇൻ്റർഫിയറൻസ് ഉണ്ട്, ഡൈഫ്രാക്ഷങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ എന്താണ്? വേവ് നാച്ചറാണ്. അപ്പോൾ സാധാരണ ഈ റേഡിയേഷന് ഡ്യുവൽ നാച്ചറാണുള്ളത്. ഡ്യുവൽ നാച്ചർ എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾ നാച്ചറുണ്ട്, അതേപോലെ തന്നെ വേവ് നാച്ചറുണ്ട്. ചില ഫിനോമിന നമ്മൾ പാർട്ടിക്കിൾ നാച്ചർ ഉപയോഗിച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുക. ചില ഫിനോമിന എന്താണ്? വേവ് നാച്ചർ. വേവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സംഭവം, അതിൽ നമ്മൾ സാധാരണ വേവ് എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സാധാരണ റേ ഒപ്റ്റിക്സും പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന എന്താണ്? വേവ് ഒപ്റ്റിക്സ്. അപ്പോൾ ഈ വേവ് ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ആ ലൈറ്റിൻ്റെ വേവ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. കാരണം ലൈറ്റിന് എന്താണ് ശരിക്കും? ഡ്യുവൽ നാച്ചറാണ്. അയാൾക്ക് പാർട്ടിക്കിൾ നാച്ചറുണ്ട്, വേവ് നാച്ചറുണ്ട്. അപ്പോൾ ആ ലൈറ്റിൻ്റെ വേവ് നാച്ചർ എന്നുള്ള പ്രോപ്പർട്ടി ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? വേവ് ഒപ്റ്റിക്സ് എന്നുള്ള ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പം മെയിനായിട്ട് ഇവിടെ വരുന്നൊരു ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ന്യൂട്ടൻ്റെ കോർപ്പസ്ക്ലസ് തിയറി, അതേപോലെ തന്നെ ഹൈജീൻ്റെ വേവ് തിയറി. ഈ ന്യൂട്ടൻ്റെ കോർപ്പസ്ക്ലസ് തിയറിക്ക് ബദലായിട്ട് വന്നാണ് എന്ത്? ഹൈജീൻ്റെ വേവ് തിയറി. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. ന്യൂട്ടൺ ഒരു പാർട്ടിക്കിൾ നാച്ചർ വെച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. അതുകൊണ്ടാണ് ഇതിന് എന്തെന്ന് പറയുന്നത്? ന്യൂട്ടൻ്റെ കോർപ്പസ്ക്ലസ് തിയറി എന്ന് പറയാം. കോർപ്പസ്ക്ലസ് തിയറി. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താ വെച്ചാൽ ലൈറ്റ് സോഴ്സ് എമിറ്റ് ടൈനി പാർട്ടിക്കിൾ കോൾഡ് കോർപ്പസ്ക്ലസ്. അപ്പം ന്യൂട്ടൻ്റെ കോർപ്പസ്ക്ലസ് തിയറി പറയുന്നത് എന്താ വെച്ചാൽ ലൈറ്റിനെ അവരൊരു ടൈനി പാർട്ടിക്കിൾസ് ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. ലൈറ്റിനെ ടൈനി പാർട്ടിക്കിൾസ് ആയിട്ട് കൺസിഡർ ചെയ്തു. ദാറ്റ് മീൻസ് ഒരു സോഴ്സ് ഉണ്ടെങ്കിൽ ആ സോഴ്സ് എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് ഒരു ടൈനി പാർട്ടിക്കിൾസ് ആണെന്ന് പറഞ്ഞു. ആ ടൈനി പാർട്ടിക്കിൾസിന് അവർ കൊടുത്ത നെയിമാണ് കോർപ്പസ്ക്ലസ്. അതുകൊണ്ടാണ് ഈ തിയറിക്ക് എന്ത് പറയുന്നത്? ന്യൂട്ടൻ്റെ കോർപ്പസ്ക്ലസ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താണ്? ലൈറ്റ് സോഴ്സ് എമിറ്റ് ടൈനി പാർട്ടിക്കിൾസ് കോൾഡ് കോർപ്പസ്ക്ലസ്. ഈ കോർപ്പസ്ക്ലസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അവർ റിജിഡ് ആയിരിക്കും, ഇലാസ്റ്റിക് ആയിരിക്കും, അതേപോലെ തന്നെ ഡിഫറെൻറ്റ് സൈസ് ആൻഡ് ഷേപ്പ്. അപ്പോൾ ദീസ് ആർ ഇലാസ്റ്റിക്, റിജിഡ്, മാസ്ലെസ്, ഡിഫറെൻറ്റ് സൈസ് ആൻഡ് ഷേപ്പ്. അപ്പോൾ ഓരോ പോയിന്റ്സ് ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി, കാരണം ഇതൊക്കെ ഇൻട്രൊഡക്ഷൻ ആണ് യൂണിറ്റിൻ്റെ. ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് കോർപ്പസ്ക്ലസ് എന്താണ്? ദീസ് ആർ ഇലാസ്റ്റിക് ആണ്, അതേപോലെ തന്നെ അത് റിജിഡ് ആണ്, മാസ്ലെസ് ആണ്, പിന്നെ ഡിഫറെൻറ്റ് സൈസ് ആൻഡ് ഷേപ്പ്. ഇതിന് പ്രത്യേകിച്ച് ഷേപ്പും സൈസും ഒന്നുമില്ല. ഓക്കെ. പിന്നെ കോർപ്പസ്ക്ലസ് ട്രാവൽസ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ. ഈ കോർപ്പസ്ക്ലസ് എങ്ങനെ ട്രാവൽ ചെയ്യും? നമ്മൾ റേ ഓഫ് ലൈറ്റ് ഒക്കെ വരയ്ക്കാറില്ല, അതേപോലെ കോർപ്പസ്ക്ലസ് ട്രാവൽ ചെയ്യുന്ന എന്തായിട്ടാന്ന് പറഞ്ഞു? സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാന്ന് പറഞ്ഞു. ഓക്കെ. പിന്നെ ട്രാവൽ വിത്ത് ഡിഫറെൻറ്റ് സ്പീഡ് ഇൻ ഡിഫറെൻറ്റ് മീഡിയ. ഓരോ മീഡിയത്തിലും ഈ കോർപ്പസ്ക്ലസിൻ്റെ സ്പീഡ് എന്തായിരുന്നു? ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ വാട്ടറിൽ അതേ സ്പീഡ് ആയിരിക്കില്ല, എയറിൽ അതേ സ്പീഡ് ആയിരിക്കില്ല ഗ്ലാസ്സിൽ. അപ്പോൾ ട്രാവൽ വിത്ത് ഡിഫറെൻറ്റ് സ്പീഡ് ഇൻ ഡിഫറെൻറ്റ് മീഡിയ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ന്യൂട്ടൻ്റെ കോർപ്പസ്ക്ലസ് തിയറി വെച്ച് പറഞ്ഞത്. അതുപയോഗിച്ച് ന്യൂട്ടൺ എന്ത് എക്സ്പ്ലെയിൻ ചെയ്തു? റെക്റ്റിലിനിയർ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ്. ആ ലൈറ്റ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് മൂവ് ചെയ്യാറില്ല. ഇപ്പോൾ എയറിലൊക്കെ ലൈറ്റ് എന്ത് ചെയ്യാറുണ്ട്? ബെൻഡിങ് ഇല്ലാണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് മൂവ് ചെയ്യാറുണ്ട് അല്ലേ? ആ പ്രോപ്പർട്ടി നമ്മൾ എന്തെന്ന് പറയുക? റെക്റ്റിലിനിയർ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ്. അപ്പോൾ ഈ റെക്റ്റിലിനിയർ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് ആർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി? ന്യൂട്ടൻ്റെ കോർപ്പസ്ക്ലസ് തിയറിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചു. അതേപോലെ തന്നെ റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഇതൊക്കെ നമ്മൾ റേ ഒപ്റ്റിക്സിൽ പഠിച്ചു അല്ലേ? റിഫ്ലക്ഷനും റിഫ്രാക്ഷനൊക്കെ നമ്മളവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ന്യൂട്ടൻ്റെ കോർപ്പസ്ക്ലസ് തിയറി ഉപയോഗിച്ച് റെക്റ്റിലിനിയർ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് എക്സ്പ്ലെയിൻ ചെയ്തു, റിഫ്ലക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്തു, റിഫ്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്തു. പക്ഷേ ഫെയിൽഡ് ടു എക്സ്പ്ലെയിൻ.
ചില ലൈറ്റിൻ്റെ പ്രോപ്പർട്ടീസ് ഈ ന്യൂട്ടന്റെ കോർപ്പസ് പ്ലസ് തിയറിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. അതിലൊന്നാണ് ഡൈഫ്രാക്ഷൻ, ഇന്റർഫിയറൻസ്, പോളറൈസേഷൻ. അപ്പോൾ ഡൈഫ്രാക്ഷൻ എന്നൊരു പ്രോപ്പർട്ടി ഉണ്ട്, നമ്മൾ വേവ് ഓപ്റ്റിക്സിൽ പഠിക്കും എന്താണ് ഡൈഫ്രാക്ഷൻ. ഇന്റർഫിയറൻസ് എന്നുള്ള പ്രോപ്പർട്ടി ഉണ്ട്, അതും നമ്മൾ വേവ് ഓപ്റ്റിക്സിൽ പഠിക്കും. അതേപോലെ തന്നെ പോളറൈസേഷൻ. ഈ 3 ടോപ്പിക്കാണ് മെയിനായിട്ട് വേവ് ഒപ്റ്റിക്സിൽ വരുന്നത്. കാരണം ഇത് 3ഉം ലൈറ്റിൻ്റെ വേവ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ലൈറ്റിൻ്റെ ഡ്യുവൽ നാച്ചറിൽ വേവ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്ന സംഭവങ്ങളാണ് ഒന്ന് ഡൈഫ്രാക്ഷൻ, ഒന്ന് ഇന്റർഫിയറൻസ്, അതേപോലെ തന്നെ ഒന്നെന്താണ് പോളറൈസേഷൻ. ഈ 3 ഫിനോമിനും ന്യൂട്ടന്റെ കോർപ്പസ് പ്ലസ് തിയറിക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. ക്ലിയർ? അതിനുശേഷം വന്നൊരു സയൻറ്റിസ്റ്റാണ് ഹൈജീൻസ്. ഈ ന്യൂട്ടന്റെ കോർപ്പസ് പ്ലസിനെതിരായിട്ട് ഹൈജീൻ പറഞ്ഞ ഒരു തിയറിയാണ് വേവ് തിയറി. ഹൈജീൻ പറഞ്ഞ എന്താണ്, ലൈറ്റ് വേവ് നാച്ചുറൽ ആണെന്നാണ് പറഞ്ഞത്. പിന്നെ അവസാനം ഒരു കൺക്ലൂഷനിലെത്തി ഡ്യുവൽ നാച്ചുറാണ്, പാർട്ടിക്കിൾ നാച്ചുറൽ ഉണ്ട്, വേവ് നാച്ചുറൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ ന്യൂട്ടന്റെ കോർപ്പസ് പ്ലസ് തിയറി ഫെയിൽ ആയപ്പോൾ ഈ ഫിനോമിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ന്യൂട്ടൺസ് കോർപ്പസ് പ്ലസ് തിയറി. അപ്പോഴാണ് ആര് വന്നത്, ഹൈജീൻ്റെ വേവ് തിയറി വന്നത്, ഹൈജീൻസ് വേവ് തിയറി. പക്ഷെ ഹൈജീനും ചെറിയ പ്രശ്നം പറ്റി. ആദ്യം ഹൈജീൻ പറഞ്ഞത് ലൈറ്റ് ഒരു മെക്കാനിക്കൽ വേവ് ആണെന്നാണ്. നമുക്കറിയാം ലൈറ്റ് ഒരിക്കലും ഒരു മെക്കാനിക്കൽ വേവ് അല്ല, ലൈറ്റ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്, അല്ലേ? എന്താണ് ഈ മെക്കാനിക്കൽ വേവ് എന്നാണ് ഉദ്ദേശിക്കുന്നത്? അയാൾക്ക് ട്രാവൽ ചെയ്യാൻ ഒരു മീഡിയം ആവശ്യമാണ്. പക്ഷെ നമുക്കറിയാം ലൈറ്റ് വാക്വത്തിലൂടെ ട്രാവൽ ചെയ്യാം. അതുകൊണ്ട് തന്നെ ലൈറ്റ് ഒരു മെക്കാനിക്കൽ വേവ് അല്ലാതെ എന്താണ്, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. പക്ഷെ അത് ഫസ്റ്റ് ആർക്ക് പറയാൻ സാധിച്ചില്ല, ഹൈജീൻ. അപ്പോൾ ഹൈജീൻ്റെ പ്രപ്പോസൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പോയിന്റ് എന്താണ്, ലൈറ്റ് ഈസ് എ മെക്കാനിക്കൽ വേവ്. ലൈറ്റ് ഒരു മെക്കാനിക്കൽ വേവ് ആണെന്ന് പറഞ്ഞു. സോ നമുക്കറിയാം മെക്കാനിക്കൽ വേവിന് ഒരു മീഡിയം വേണ്ടേ. അപ്പം ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന മീഡിയത്തിന് ഹൈജീൻ പറഞ്ഞ പേരാണ് ഈത്തർ. ഇവിടെ കോർപ്പസ് പ്ലസ് പറഞ്ഞു, അതേപോലെ അവിടെ വരുന്ന ഒരു ടേമാണ് ഈത്തർ. അപ്പോൾ ശ്രദ്ധിക്കുക, ടു പ്രൊപ്പഗേറ്റ് എ മീഡിയം റിക്വയർഡ്, അല്ലേ? അപ്പോൾ ലൈറ്റിനൊരു പ്രൊപ്പഗേറ്റിന് ഒരു മീഡിയം ആവശ്യമാണെന്ന്, ആ മീഡിയത്തിനാണ് ഹൈജീൻ എന്ത് പേര് കൊടുത്തത്, ETHER, ഈത്തർ എന്നുള്ള പേര് കൊടുത്തത്. ക്ലിയർ? പക്ഷെ ലേറ്റർ ഓൺലി പ്രൂവ്ഡ് നോ മീഡിയം റിക്വയർഡ്. പക്ഷെ അതിനുശേഷം അവസാനം എന്ത് മനസ്സിലായി, ലൈറ്റിന് ട്രാവൽ ചെയ്യാൻ എന്താ ആവശ്യമില്ല എന്ന് മനസ്സിലായി, മീഡിയം ആവശ്യമില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഈതർ എന്നുള്ള ടേമിന് ഇമ്പോർട്ടൻസ് ഇല്ല. കാരണം ലൈറ്റ് ക്യാൻ ട്രാവൽ ത്രൂ വാക്വം, അയാൾക്ക് മീഡിയം ഒന്നും ആവശ്യമില്ല. ആ മീഡിയത്തിനാണ് ഈത്തർ എന്നുള്ള പേര് കൊടുത്തത്. പക്ഷെ കുറെ കഴിഞ്ഞ് എന്ത് മനസ്സിലായി, ലേറ്റർ ഓൺലി പ്രൂവ്ഡ് നോ മീഡിയം ഈസ് റിക്വയർഡ്. ക്ലിയർ? പക്ഷേ ഈ ഹൈജീൻ്റെ വേവ് തിയറി ഉപയോഗിച്ച് എന്തൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു, റിഫ്ലക്ഷൻ, ന്യൂട്ടൺ എക്സ്പ്ലെയിൻ ചെയ്ത റിഫ്ലക്ഷൻ, അതേപോലെ തന്നെ റിഫ്രാക്ഷൻ, ഡൈഫ്രാക്ഷൻ, ഇന്റർഫിയറൻസ്, ഈ പ്രോപ്പർട്ടീസ് ഒക്കെ കൃത്യമായിട്ട് ആർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി, ഹൈജീൻ്റെ വേവ് തിയറിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചു. ഓക്കെ, അപ്പോൾ ഹൈജീൻ്റെ വേവ് തിയറി എക്സ്പ്ലെയിൻ ഏതൊക്കെയാണ് ഫിനോമിനൻ, റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഡൈഫ്രാക്ഷൻ ആൻഡ് ഇന്റർഫിയറൻസ്. ഇതൊക്കെ ലൈറ്റിൻ്റെ വേവ് ക്യാരക്ടറിസ്റ്റിക്സ് ആണെന്ന് പറഞ്ഞു. ആ വേവ് ക്യാരക്ടറിസ്റ്റിക്സ് ഉപയോഗിച്ച് കൃത്യമായിട്ട് പ്രൂവ് ചെയ്യാൻ ആർക്ക് സാധിച്ചു, ഹൈജീൻ്റെ വേവ് തിയറിക്ക് സാധിച്ചു. പക്ഷേ ഫെയിൽഡ് ടു എക്സ്പ്ലെയിൻ ഒന്ന് പോളറൈസേഷൻ. കാരണം ഈ പോളറൈസേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതിരിക്കാനുള്ള കാരണം, ഈ പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും വേവ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ലൈറ്റിന്റെ വേവ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പോളറൈസേഷൻ. പക്ഷെ അത് ആർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല, ഹൈജീൻ. അത് ഈ മെക്കാനിക്കൽ വേവ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ്. കാരണം ഈ പോളറൈസേഷൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണെന്ന് മനസ്സിലാക്കിയപ്പോൾ പോളറൈസേഷൻ സാധിച്ചു. പക്ഷെ അത് ആർക്കും ആദ്യം സാധിച്ചിട്ടില്ല, ഹൈജീന്. അതുകൊണ്ട് തന്നെ പോളറൈസേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. അത് മെക്കാനിക്കൽ വേവ് എന്നുള്ളൊരു മിസ്റ്റേക്ക് പറ്റിയോണ്ട് പോളറൈസേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. അതേപോലെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഹൈജീൻ്റെ വേവ് തിയറിക്ക് സാധിച്ചില്ല. കാരണം ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പ്യുവർലി എന്താണ്, അതൊരു പാർട്ടിക്കിൾ നാച്ചറാണ്. റേഡിയേഷൻ്റെ പാർട്ടിക്കിൾ നാച്ചറാണ് ശരിക്കും എന്ത്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അതൊരിക്കലും വേവ് തിയറി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് പോളറൈസേഷനും ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും ഹൈജീൻ്റെ വേവ് തിയറി ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഡൈഫ്രാക്ഷൻ, ഇന്റർഫിയറൻസ് എന്ന ലൈറ്റിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ആർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചു, ഹൈജീൻ്റെ വേവ് തിയറിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അത് മുതലാണ് നമ്മുടെ യൂണിറ്റ് കറക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി ഇൻട്രൊഡക്ഷൻ ആയിട്ട്. അപ്പോൾ ഈ ഹൈജീൻ്റെ വേവ് തിയറി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് റിഫ്ലക്ഷൻ പഠിക്കാനുണ്ട്, അതേപോലെ തന്നെ റിഫ്രാക്ഷൻ പഠിക്കാനുണ്ട്, ഇന്റർഫിയറൻസ്, പോളറൈസേഷൻ, ഡൈഫ്രാക്ഷൻ. അപ്പോൾ മെയിൻ ആയിട്ട് നമുക്ക് ഈ യൂണിറ്റിൽ ഈ 5 ടോപ്പിക്കാണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഇന്റർഫിയറൻസ്, ഡൈഫ്രാക്ഷൻ ആൻഡ് പോളറൈസേഷൻ. ഇതൊക്കെ ലൈറ്റിന്റെ വേവ് ക്യാരക്ടറിസ്റ്റിക്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ക്ലിയർ?
അപ്പോൾ ശ്രദ്ധിക്കുക, ഈ വേവ് ക്യാരക്ടറിസ്റ്റിക്സ് ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ റേ ഓപ്റ്റിക്സിൽ നിങ്ങൾ റേ ഓഫ് ലൈറ്റ് വെച്ചിട്ടല്ലേ വരച്ചിരുന്നത്, റേ ഓഫ് ലൈറ്റ്. ഇവിടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് വേവ് ഫ്രണ്ട്. വേവ് ഫ്രണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, റേ ഇല്ല, റേക്ക് പകരം എന്താണ് നമ്മൾ ഉപയോഗിക്കുക, വേവ് ഒപ്റ്റിക്സിൽ വരുന്നൊരു ടേമാണ് വേവ് ഫ്രണ്ട്. ആദ്യം ഞാൻ ഇതിൻ്റെ ഡെഫിനേഷൻ എഴുതാം. വേവ് ഫ്രണ്ടിൻ്റെ മീനിങ് എന്താ വെച്ചാൽ ലോക്കസ് ഓഫ് all particles are vibrating in same phase. ഇതാണ് ശരിക്ക് വേവ് ഫ്രണ്ടിന്റെ ഡെഫിനേഷൻ. വേവ് ഫ്രണ്ട് ലോക്കസ് ഓഫ് ഓൾ പാർട്ടിക്കിൾ ഓഫ് ദ മീഡിയം, ലോക്കസ് ഓഫ് ഓൾ പാർട്ടിക്കിൾ ഓഫ് ദ മീഡിയം, locus of all particle of the medium are vibrating in same phase. അത് ഞാൻ പറയാം എന്താ സംഭവം എന്ന്. അപ്പോൾ നമ്മളറിയാം ഇവിടെ ലൈറ്റ് ട്രാവൽ ഇൻ ദ ഫോം ഓഫ് വേവ് ഫ്രണ്ട് ആണ്. ലൈറ്റ് ട്രാവൽ ഇൻ ദ ഫോം ഓഫ് വേവ് ഫ്രണ്ട്. അപ്പം ലൈറ്റ് ട്രാവൽ ഇൻ ദ ഫോം ഓഫ് എന്താണ്, വേവ് ഫ്രണ്ട്. അപ്പോൾ ഈ വേവ് ഫ്രണ്ട് എന്താ വെച്ചാൽ ലോക്കസ് ഓഫ് ഓൾ പാർട്ടിക്കിൾ ഓഫ് ദ മീഡിയം ആർ വൈബ്രേറ്റിംഗ് ഇൻ സെയിം ഫേസ്. അപ്പോൾ ഹൈജീൻ്റെ പ്രിൻസിപ്പിൾ വെച്ചിട്ട് വേവ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വരുന്ന ടേമാണ് വേവ് ഫ്രണ്ട്. വേവ് ഫ്രണ്ട് എന്താണെന്ന് വെച്ചാൽ ലോക്കസ് ഓഫ് ഓൾ പാർട്ടിക്കിൾ ഓഫ് ദ മീഡിയം ആർ വൈബ്രേറ്റിംഗ് ഇൻ സെയിം ഫേസ്, ലൈറ്റ് ട്രാവൽ ഇൻ ദ ഫോം ഓഫ് വേവ് ഫ്രണ്ട്. അപ്പോൾ എന്താണ് ഈ വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കുക, എടാ ഇതാണ് സോഴ്സ് എന്ന് വിചാരിക്കുക, ഇതാണ് സോഴ്സ്. ഈ സോഴ്സിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് വേവ്സ് ആയിട്ടല്ലേ ട്രാവൽ ചെയ്യുക, കാരണം നമ്മൾ വേവ് ഓപ്റ്റിക്സ് ആണ് പഠിക്കുന്നത്. ഇപ്പം നിങ്ങൾ വിചാരിക്കുക, ഇവിടുന്ന് വരുന്ന ലൈറ്റ് നമുക്ക് ഇങ്ങനെ കിട്ടി എന്ന് വിചാരിക്കാം. ക്ലിയർ? ഇവിടെ നിന്ന് ലൈറ്റ് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടി. ക്ലിയർ? ഇവിടുന്ന് വരുന്ന ലൈറ്റ് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടി, ഇവിടുന്ന് വരുന്ന ലൈറ്റ് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടി. ക്ലിയർ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എല്ലാ ഡയറക്ഷനും ഇങ്ങനെ പോകുന്നില്ലേ. അപ്പോൾ ഈ വേവ് ഫ്രണ്ട് എങ്ങനെ വരയ്ക്കുക മീൻസ്, അപ്പോൾ ഇതാണ് ലൈറ്റ് ഇപ്പോൾ എല്ലാ ഡയറക്ഷനിലും വേവ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നതായിരിക്കുക. അപ്പോൾ നിങ്ങൾ വേവ് ഫ്രണ്ട് എങ്ങനെ വരയ്ക്കുക? എടാ വേവ് ഫ്രണ്ട് വരയ്ക്കാനുള്ള ഒരു എളുപ്പ വഴി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇയാളെ ക്രസ്റ്റ് എടുത്തു എന്ന് വിചാരിക്കുക. എടാ ഇയാളെ ക്രസ്റ്റ് എടുത്തു, ഇയാളെ ക്രസ്റ്റ് എടുത്തു, ഇയാളെ ക്രസ്റ്റ് എടുത്തു, അതേപോലെ തന്നെ അടുത്ത ആളെ ക്രസ്റ്റും നമ്മൾ എടുത്തു എന്ന് വിചാരിക്കുക. അടുത്ത ആളെ ക്രസ്റ്റും നമ്മൾ എടുത്തു എന്ന് വിചാരിക്കുക. ഇയാളെ ക്രസ്റ്റും ഞാൻ എടുത്തു. ക്ലിയർ? എടാ ഇതെല്ലാം കൂടി ജോയിൻ ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് വേവ് ഫ്രണ്ട് കിട്ടും. ക്ലിയർ ആണോ? എടത് കുറച്ച് 3 ഡയമെൻഷനൽ ആയ കാരണം ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. ഇപ്പം നിങ്ങൾ വിചാരിക്കുക ഇതാണ് നിങ്ങളുടെ സോഴ്സ് എന്ന് വിചാരിക്കുക. എടാ ആദ്യത്തെ ആളെ ക്രസ്റ്റ് എടുത്തു, അടുത്ത ആളെ ക്രസ്റ്റ് ഇവിടെ 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 എടുത്തു, അടുത്ത ആളെ ക്രസ്റ്റ്, അടുത്ത ആളെ ക്രസ്റ്റ്, അടുത്ത ആളെ ക്രസ്റ്റ്, ഇതൊക്കെ കൂടി ജോയിൻ ചെയ്യുക. ഇങ്ങനെ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് വേവ് ഫ്രണ്ട് കിട്ടും. ക്ലിയർ ആണോ? അതാണ് പറയുന്നത്. എന്താണ് മീനിങ്? ലോക്കസ് ഓഫ് ഓൾ പാർട്ടിക്കിൾ ഓഫ് ദ മീഡിയം ആർ വൈബ്രേറ്റിംഗ് ഇൻ സെയിം ഫേസ്. സെയിം ഫേസ് എന്നാൽ ക്രസ്റ്റ് 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 ഒക്കെ എടുത്ത് അവരെല്ലാവരും സെയിം ഫേസിലാണ് അല്ലേ? ഈ പാർട്ടിക്കിൾ ചെയ്യുന്ന അതേ ഈ പാർട്ടിക്കിൾ അതേ ബിഹേവിയർ ആയിരിക്കും ഇയാൾക്ക്, അതേ ബിഹേവിയർ ആയിരിക്കും ഇയാൾക്ക്. ദാറ്റ് മീൻസ് എല്ലാ വേവിലും ആദ്യത്തെ ക്രസ്റ്റ്, എല്ലാ വേവിലും ആദ്യത്തെ ക്രസ്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാവരുടെ ബിഹേവിയർ സെയിം ആയിരിക്കും. അപ്പോൾ അവർ ഇൻ ഫേസിലായിരിക്കും. ഇനി ക്രസ്റ്റ് തന്നെ എടുത്തോളം ഒരു നിർബന്ധമില്ല. ഈ ട്രഫ് ഞാൻ എടുത്തു വിചാരിക്കുക, ഈ ട്രഫ് ഈ ട്രഫ് ഈ ട്രഫ് എടുത്തു കഴിഞ്ഞാൽ അവരെ ജോയിൻ ചെയ്താലും മതി. ക്ലിയർ ആണോ? അപ്പോൾ അടുത്ത ആൾ ട്രഫ് എടുത്തു വിചാരിക്കുക. അപ്പോൾ ഈ ട്രഫ് എടുത്താൽ കറസ്പോണ്ടിങ് ആയിട്ട് അടുത്ത ട്രഫ്, 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 ഇങ്ങനെ ജോയിൻ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? വേവ് ഫ്രണ്ട് കിട്ടും. എടാ ക്ലിയർ ആണോ? അപ്പോൾ ഇനിയിപ്പോൾ ഈ എന്ത് ചെയ്തു, ഞാൻ ഇവിടെ ക്രസ്റ്റ് എടുത്താൽ അതേ ക്രസ്റ്റ് പോയിന്റ്, അതേ ക്രസ്റ്റ് പോയിന്റ്, അതേ ക്രസ്റ്റ് പോയിന്റ്, ഇവരൊക്കെ കൂടി ജോയിൻ ചെയ്യുന്ന ആ ഒരു സംഭവത്തെ നമ്മൾ എന്തെന്ന് പറയാ? വേവ് ഫ്രണ്ട് എന്ന് പറയാ. ക്ലിയർ? ഇനി ക്രസ്റ്റ് തന്നെ എടുത്തോളം നിർബന്ധമുണ്ടോ? ഇല്ല. ഞാൻ ട്രഫ് എടുത്താൽ ഈ ട്രഫ് ഈ ട്രഫ് ഈ ട്രഫ് ഈ ട്രഫ് ജോയിൻ ചെയ്യുക. ഇനി ക്രസ്റ്റും ട്രഫ് എടുത്തോളം എന്നില്ല, അതിൻ്റെ ഇടയ്ക്ക് ഒരു പോയിന്റ് എടുത്തു വിചാരിക്കുക. ഇപ്പോൾ ഇവിടുന്ന് ഒരു സെർട്ടൈൻ ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ സോഴ്സിൽ നിന്ന് ഇപ്പോൾ ഒരു 10 സെന്റിമീറ്ററിൽ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ 10 സെന്റിമീറ്റർ അങ്ങോട്ട് കൊടുക്കുക, 10 സെന്റിമീറ്റർ ഇങ്ങോട്ട് കൊടുക്കുക, 10 സെന്റിമീറ്റർ ഇങ്ങോട്ട് കൊടുക്കുക, 10 സെന്റിമീറ്റർ ഇങ്ങോട്ട് കൊടുക്കുക, 10 സെന്റിമീറ്റർ ഇങ്ങോട്ട് കൊടുക്കുക. ദാറ്റ് മീൻസ് ആ സോഴ്സിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിൽ നിങ്ങൾ എല്ലാ വേവ്സിലും ഒരു പോയിന്റ് എടുത്തിട്ട് അവരെ ജോയിൻ ചെയ്ത് വരച്ചാൽ നിങ്ങൾക്ക് എന്ത് തന്നെ കിട്ടും? വേവ് ഫ്രണ്ട് തന്നെ കിട്ടും. കാരണം ആ പോയിന്റ് ഒക്കെ സെയിം ഫേസിലായിരിക്കും, കാരണം അവരൊക്കെ ബിഹേവിയർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ക്ലിയർ ആണോ കോൺസെപ്റ്റ്? അപ്പോൾ എന്താണ് പറയുന്നത്? അപ്പോൾ അത്രയേ ഉള്ളൂ വേവ് ഫ്രണ്ട് എന്നാണ് സംഭവം. എന്താണ്? ലോക്കസ് ഓഫ് ഓൾ പാർട്ടിക്കിൾ ഓഫ് ദ മീഡിയം ആർ വൈബ്രേറ്റിംഗ് ഇൻ സെയിം ഫേസ്. അപ്പോൾ സെയിം ഫേസിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ആ വേവ്സിൽ വരുന്ന പാർട്ടിക്കിളിനെയൊക്കെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ഒരു സംഭവത്തെ നമ്മൾ എന്തെന്ന് പറയുക? വേവ് ഫ്രണ്ട്. ക്ലിയർ ആണോ?
ഒന്നുകൂടി ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാവും. ഫസ്റ്റ് ഞാൻ ഇനി അടുത്ത് പറയുന്നത് ടൈപ്സ് ഓഫ് വേവ് ഫ്രണ്ട് ആണ്. ടൈപ്സ് ഓഫ് വേവ് ഫ്രണ്ട് അല്ലെ, ഓരോ സോഴ്സിനനുസരിച്ച് ഓരോ വേവ് ഫ്രണ്ട് ആണ്. അപ്പൊ റേ പോയി, അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് വേവ് ഫ്രണ്ട്. അടുത്ത എന്താണ്? ടൈപ്സ് ഓഫ് വേവ് ഫ്രണ്ട്. ഈ ടൈപ്സ് ഓഫ് വേവ് ഫ്രണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഞാനൊരു പോയിന്റ് സോഴ്സ് എടുത്തു എന്ന് വിചാരിക്കുക. ഞങ്ങളുടെ സോഴ്സ് ആരാണ്? പോയിന്റ് സോഴ്സ്. ഈ പോയിന്റ് സോഴ്സ് എപ്പോഴും ഫോം ചെയ്യല് സ്ഫെരിക്കൽ വേവ് ഫ്രണ്ട് ആണ്. ഈ പോയിന്റ് സോഴ്സ് എപ്പോഴും ഫോം ചെയ്യൽ ഏത് വേവ് ഫ്രണ്ട് ആണ്? സ്ഫെരിക്കൽ വേവ് ഫ്രണ്ട്. അല്ല, പോയിന്റ് സോഴ്സ് എന്ന എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ ഒരു ബൾബ് എടുക്കാം. നിങ്ങളെ വീട്ടിലെ ബൾബ് നിങ്ങൾക്ക് ഒരു പോയിന്റ് സോഴ്സ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ കാൻഡിൽ. എടാ, ബൾബോ കാൻഡിലോ ഒക്കെ എന്തായിട്ട് എടുക്കാം? നിങ്ങൾക്ക് ഒരു പോയിന്റ് സോഴ്സ് ആയിട്ട് എടുക്കാം. അപ്പൊ അവിടുന്ന് വേവ്സ് ആയിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ അവരെ വേവ് ഫ്രണ്ട് ആണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. ആ വേവ് ഫ്രണ്ട് ഷേപ്പ് എപ്പോഴും എന്തായിരിക്കും പറഞ്ഞത്? സ്ഫെരിക്കൽ വേവ് ഫ്രണ്ട്. അപ്പൊ ടൈപ്സ് ഓഫ് വേവ് ഫ്രണ്ടിലെ ഫസ്റ്റ് എന്താണ്? ഒരു പോയിന്റ് സോഴ്സ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ, പോയിന്റ് സോഴ്സിന് എക്സാമ്പിൾ ആരാണ്? ഒന്നുകിൽ ബൾബ് അല്ലെങ്കിൽ കാൻഡിൽ. അപ്പൊ നമുക്ക് എന്ത് വേവ് ഫ്രണ്ട് കിട്ടും? സ്ഫെരിക്കൽ വേവ് ഫ്രണ്ട്. അപ്പൊ ഇതാണ് പോയിന്റ് സോഴ്സ് എന്ന് വിചാരിക്കാം. അപ്പൊ പോയിന്റ് സോഴ്സ് ഞാൻ നേരത്തെ വരച്ച പോലെ തന്നെ, എടാ വേവ്സ് ഇപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് പോകും, ഇങ്ങനെ ഇങ്ങോട്ട് പോകും, ഇങ്ങനെ ഇങ്ങോട്ട് പോകും, ഇങ്ങനെ ഇങ്ങോട്ട് പോകും. അപ്പോൾ അവരൊക്കെ കൂടി ക്രസ്റ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ അടുത്ത വേവിന്റെ ട്രഫുകൾ തമ്മിൽ എടുക്കുക, അല്ലെങ്കിൽ ഈ സോഴ്സിന് ഈക്വൽ ഡിസ്റ്റൻസിൽ ഓരോ വേവിലേക്കും വരയ്ക്കുക. അപ്പൊ നമുക്ക് എന്ത് വേവ് ഫ്രണ്ട് കിട്ടും? സ്ഫെരിക്കൽ വേവ് ഫ്രണ്ട് കിട്ടും. ക്ലിയർ? സർക്കിൾ അല്ല, 3 ഡയമെൻഷൻ ആണ്. സ്ഫെരിക്കൽ വേവ് ഫ്രണ്ട് ആണ്. ക്ലിയർ? കാരണം ഇതാണ് ഒരു പോയിന്റ് സോഴ്സ് എങ്കിൽ, ഇതാണ് ഒരു പോയിന്റ് സോഴ്സ് എങ്കിൽ ഒരു വേവ് ഇങ്ങോട്ടുണ്ടാവും, ഒരു വേവ് ഇങ്ങോട്ടുണ്ടാവും, ഒരു വേവ് ഇങ്ങോട്ടുണ്ടാവും, ഒരു വേവ് ഇങ്ങോട്ടുണ്ടാവും, എല്ലാ സൈഡിലേക്കും ഉണ്ടാവില്ലേ? അപ്പോൾ അവരെ തമ്മിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ക്രസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ക്രസ്റ്റ്, ഈ ക്രസ്റ്റ്, ഈ ക്രസ്റ്റ്, ഈ ക്രസ്റ്റ്, ഈ ക്രസ്റ്റ്, ഈ ക്രസ്റ്റ് ജോയിൻ ചെയ്യുക. ക്ലിയർ? ട്രഫ് എടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ട് ട്രഫ് ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സംഭവം. അപ്പോൾ നമുക്ക് എന്തായിരിക്കും? 3 ഡയമെൻഷനല്ലേ കിട്ടുക. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് കിട്ടുക? സ്ഫെരിക്കൽ വേവ് ഫ്രണ്ട്. സ്ഫെരിക്കൽ വേവ് ഫ്രണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ എന്താ പറയുക? സ്ഫെരിക്കൽ വേവ് ഫ്രണ്ട്. പക്ഷെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ് എപ്പോഴും നമുക്ക് ഇയാൾക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരയ്ക്കുക. അത് സ്ഫെരിക്കൽ വേവ് ഫ്രണ്ട് ആണ്, പക്ഷേ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ് എന്തായിരിക്കും? ഇയാൾക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ് പെർപെൻഡിക്കുലർ ടു വേവ് ഫ്രണ്ട് ആയിരിക്കും. ആ വേവ് ഫ്രണ്ടിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ എന്ത് വരയ്ക്കുക? ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ് വരയ്ക്കുക. ആ പോയിന്റ് ക്ലിയർ അല്ലേ? ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ് എന്ന് പറഞ്ഞത് ഇതാണ്. ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ എന്ത് ചെയ്താൽ മതി? ആ സ്ഫെരിക്കൽ വേവ് ഫ്രണ്ടിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചാൽ മതി. ക്ലിയർ? ആ ഫസ്റ്റ് പോയിന്റ് സോഴ്സ് ആണ്. പോയിന്റ് സോഴ്സ് പ്രൊഡ്യൂസിൽ എന്ത് വേവ് ഫ്രണ്ട് ആണ്? സ്ഫെരിക്കൽ വേവ് ഫ്രണ്ട്. എക്സാമ്പിൾ ബൾബ്, അതേപോലെ തന്നെ എന്താണ്? കാൻഡിൽ. ക്ലിയർ? ഇനി രണ്ടാമത്തെ ആളാണ് സിലിണ്ട്രിക്കൽ വേവ് ഫ്രണ്ട്. ശ്രദ്ധിക്കുക, രണ്ടാമത്തെ ആളാരാണ്? സിലിണ്ട്രിക്കൽ വേവ് ഫ്രണ്ട്. ഈ സിലിണ്ട്രിക്കൽ വേവ് ഫ്രണ്ട് എന്താ വെച്ചാൽ, അത് എപ്പോഴും ഒരു ലീനിയർ സോഴ്സ് ഓർ സ്ലിറ്റ്. ലീനിയർ സോഴ്സ് ആയിരിക്കും. ലീനിയർ സോഴ്സ് എന്ന ഈ ഒരു മാർക്കർ എടുക്കാം, ട്യൂബ് ലൈറ്റ്. അവിടെ നിങ്ങളുടെ വീട്ടിലെ എക്സാമ്പിൾ ട്യൂബ് ലൈറ്റ്. അവിടെ നിങ്ങളുടെ വീട്ടിലെ ട്യൂബ് ലൈറ്റ് ഇല്ലേ? ആ ട്യൂബ് ലൈറ്റ് നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഒരു ലീനിയർ സോഴ്സ് അല്ല. ഇതേപോലെ ട്യൂബ് ലൈറ്റ് ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിൽ, അവിടെ ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിലല്ലേ നിങ്ങളെ ട്യൂബ് ലൈറ്റ് എടുക്കുക. ആ ട്യൂബ് ലൈറ്റിൽ നിന്ന് എല്ലാ ഡയറക്ഷനിലേക്കും വേവ് ട്രാവൽ ചെയ്യുന്നില്ലേ? ലൈറ്റ് ഒരു വേവ് ഫോം എടുത്തു കഴിഞ്ഞാൽ എല്ലാ ഡയറക്ഷനിലേക്കും ട്രാവൽ ചെയ്യുന്നില്ലേ? അപ്പോൾ ആ ട്യൂബ് ലൈറ്റിന്റെ വേവ് ഫ്രണ്ട് ഏത് ഷേപ്പ് ആയിരിക്കും എന്ന് പറയുന്നത്? സിലിണ്ട്രിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും. അപ്പോൾ നമ്മളെ ലീനിയർ സോഴ്സ് അല്ലെങ്കിൽ സ്ലിറ്റ്, ഇതേപോലെ വെക്കുന്ന ഒരു സാധനത്തിനാണ് സ്ലിറ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ ഇങ്ങനെ സിലിണ്ട്രിക്കൽ ഷേപ്പിൽ വരുന്ന ആളെ നമ്മൾ ലീനിയർ സോഴ്സ് എന്ന് പറയാം. അതിന് എക്സാമ്പിൾ ആണ് ട്യൂബ് ലൈറ്റ്. അപ്പോൾ ട്യൂബ് ലൈറ്റ് ഉണ്ടാക്കൽ എപ്പോഴും എന്താണ്? സിലിണ്ട്രിക്കൽ വേവ് ഫ്രണ്ട്. സിലിണ്ട്രിക്കൽ വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതായിരിക്കും അയാളുടെ ഷേപ്പ്. സിലിണ്ട്രിക്കൽ വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഷേപ്പ് ഇങ്ങനെ വരും. ഇതാണ് സിലിണ്ട്രിക്കൽ വേവ് ഫ്രണ്ട്. ക്ലിയർ ആണോ? അപ്പോൾ നമ്മുടെ വീട്ടിലെ ട്യൂബ് ആലോചിച്ചാൽ മതി. ബൾബിന് ചുറ്റും ഇങ്ങനെ എല്ലാ ഡയറക്ഷനിലേക്കും പോകുന്നത് സ്ഫെരിക്കൽ വേവ് ഫ്രണ്ട്. നിങ്ങളൊരു ട്യൂബ് എടുത്താൽ ട്യൂബിൻ്റെ
മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ അയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവ് ഫ്രണ്ട് എപ്പോൾ ഏത് ഷേപ്പ് ആയിരിക്കും? സിലിണ്ട്രിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പോൾ ഇതൊരു ലീനിയർ സോഴ്സ് അല്ലെങ്കിൽ സ്ലിറ്റ്. എക്സാമ്പിൾ ട്യൂബ് ലൈറ്റ്. എടാ മൂന്നാമത്താണ് പ്ലെയിൻ വേവ് ഫ്രണ്ട്. മൂന്നാമത്താണ് എന്ത്? പ്ലെയിൻ വേവ് ഫ്രണ്ട്. ഈ പ്ലെയിൻ വേവ് ഫ്രണ്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ സോഴ്സ് ഇൻഫിനിറ്റി ആയിരിക്കണം. സോഴ്സ് അറ്റ് ഇൻഫിനിറ്റി, source at infinity or at large distance, or at large distance. Source at infinity or large distance ആണ് എപ്പോഴും എന്ത് വേവ് ഫ്രണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക? പ്ലെയിൻ വേവ് ഫ്രണ്ട്. ഇപ്പം എക്സാമ്പിൾ സണ്ണ്. എക്സാമ്പിൾ സൺ അല്ലെങ്കിൽ ടോർച്ച്. ഇപ്പോൾ ടോർച്ചൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ടോർച്ച് അടിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ദൂരം പോലെ വെരി ലാർജ് ഡിസ്റ്റൻസിനെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പോൾ ടോർച്ചൊക്കെ നമ്മൾ ബ്രൈറ്റ് ലൈറ്റിൻ്റെ ടോർച്ചൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ദൂരം അത് ട്രാവൽ ചെയ്യും. ഇറ്റ് വിൽ ട്രാവൽ അറ്റ് ലാർജ് ഡിസ്റ്റൻസ്. അല്ലെങ്കിൽ സൂര്യനിൽ നിന്ന് വരുന്ന ലൈറ്റ്, ഇതൊക്കെ നമുക്ക് എന്ത് വേവ് ഫ്രണ്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക? പ്ലെയിൻ വേവ് ഫ്രണ്ട് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ക്ലിയർ? അപ്പോൾ നമ്മൾ സാധാരണ സൂര്യനിൽ നിന്ന് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ലൈറ്റ് റേസ് നമ്മളിങ്ങനെ പാരലായിട്ടല്ല വരയ്ക്കാറ്. അവിടെ ലൈറ്റ് റേസ് പാരലായിട്ടല്ല വരയ്ക്കാറ്. ഇയാൾക്ക് നമ്മൾ ഇത് ലൈറ്റ് റേസ് ആണ്, നമുക്ക് വരയ്ക്കേണ്ട എന്താണ്? ഇത് പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് ആണ്. ഇതാണ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ്. ക്ലിയർ? ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വേവ് ഫ്രണ്ട് ഉണ്ടാവുക. ഇതിന്റെ ഷേപ്പ് എന്തായിരിക്കും? പ്ലെയിൻ ആയിരിക്കും. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഉണ്ടാവുക, ഷേപ്പ് പ്ലെയിൻ. ക്ലിയർ ആണോ? ഇതാണ് നമ്മൾ സാധാരണ എന്ത് വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ? പ്ലെയിൻ വേവ് ഫ്രണ്ട്. ക്ലിയർ? അപ്പോൾ ശ്രദ്ധിക്കുക, സോഴ്സ് അറ്റ് ഇൻഫിനിറ്റി അല്ലെങ്കിൽ വെരി ലാർജ് ഡിസ്റ്റൻസിലൊക്കെ ഫോം ചെയ്യൽ എന്ത് വേവ് ഫ്രണ്ട് ആണ്? പ്ലെയിൻ വേവ് ഫ്രണ്ട്. എക്സാമ്പിൾ സൺ. ഇതാണ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ്. അല്ലെ, ഈ റെഡ് ആരോ എന്ത്? ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് പ്ലെയിനുകൾ വരയ്ക്കുക. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് പ്ലെയിനുകൾ വരച്ചാൽ ഇതാണ് എന്ത്? പ്ലെയിൻ വേവ് ഫ്രണ്ട്. ക്ലിയർ? ഇതാണ് പ്ലെയിൻ വേവ് ഫ്രണ്ട്. ക്ലിയർ? അപ്പോൾ ശ്രദ്ധിക്കുക, ഈ വേവ് ഒപ്റ്റിക്സിൽ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ള ഹൈജിന്റെ വേവ് തിയറിയാണ്. ആ വേവ് തിയറി വെച്ച് നമ്മൾ ഫസ്റ്റ് ടേം പറഞ്ഞു വേവ് ഫ്രണ്ട് എന്നാണ്. ലോക്കസ് ഓഫ് ഓൾ പാർട്ടിക്കിൾ ഓഫ് ദ മീഡിയം ആർ വൈബ്രേറ്റിംഗ് ഇൻ സെയിം ഫേസ്. അപ്പോൾ അത് 3 ടൈപ്പ് ഉണ്ട്. പോയിന്റ് സോഴ്സ് എപ്പോഴും സ്ഫെരിക്കൽ വേവ് ഫ്രണ്ട് ആണ് ഫോം ചെയ്യുക. പിന്നെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ് എപ്പോഴും എന്തായിരിക്കും? വേവ് ഫ്രണ്ടിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. പിന്നെ രണ്ടാമത്തെ സിലിണ്ട്രിക്കൽ വേവ് ഫ്രണ്ട്. ഒരു ലീനിയർ സോഴ്സ് അല്ലെങ്കിൽ സ്ലിറ്റ്, ട്യൂബ് ലൈറ്റ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തൊരു സിലിണ്ട്രിക്കൽ വേവ് ഫ്രണ്ട് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. ക്ലിയർ? ഇതാണ് ബ്ലൂ ഷേപ്പിലുള്ളതാണ് സിലിണ്ട്രിക്കൽ വേവ് ഫ്രണ്ട്. മറ്റൊക്കെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്, അത് പെർപെൻഡിക്കുലർ ആയിരിക്കും. പ്ലെയിൻ വേവ് ഫ്രണ്ട് സോഴ്സ് ഇൻഫിനിറ്റിയിലാവുമ്പോൾ അതും സാധാരണ സണ്ണ് ഒക്കെയാണ് സാധാരണ, അല്ലെങ്കിൽ ടോർച്ച് ലൈറ്റ് ഒക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ ആ സമയത്ത് ഇതാണ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ് എങ്കിൽ അയാൾക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് പ്ലെയിനുകൾ വരയ്ക്കുക. അതാണ് പ്ലെയിൻ വേവ് ഫ്രണ്ട്. ക്ലിയർ? ഇവിടെ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറയാം ഈ വേവ് ഫ്രണ്ടിന്. ഫസ്റ്റ്, ഒബ്ജക്റ്റ് പ്ലേസ്ഡ് അറ്റ് ഇൻഫിനിറ്റി. ഒബ്ജക്റ്റ് പ്ലേസ്ഡ് അറ്റ് ഇൻഫിനിറ്റി ഓഫ് കോൺവെക്സ് ലെൻസ്. ഇതിനെങ്ങനെയാണ് വേവ് ഫ്രണ്ട് വരയ്ക്കുക എന്നുള്ളതിന് 1-2 എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? ഒബ്ജക്റ്റ് പ്ലേസ്ഡ് അറ്റ് ഇൻഫിനിറ്റി ഓഫ് കോൺവെക്സ് ലെൻസ്. അപ്പോൾ ഞാനൊരു കോൺവെക്സ് ലെൻസ് എടുത്തു. അവിടെ കോൺവെക്സ് ലെൻസിൽ ഒബ്ജക്റ്റ് എവിടെ ഇരിക്കുന്നത്? ഇൻഫിനിറ്റി. ഇൻഫിനിറ്റിന് എങ്ങനെയാണ് വരാറ് ലൈറ്റ്? ഇവിടെ ഇൻഫിനിറ്റിയിൽ നിന്ന് ലൈറ്റ് റേസ് ഇങ്ങനെ പാരലായിട്ടല്ലേ വരാറ്, പഠിച്ചില്ലേ? ലൈറ്റ് റേസ് ഇങ്ങനെ പാരലായിട്ട് വരും, കാരണം ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ഇൻഫിനിറ്റിയിലാണ്. എന്നിട്ട് എവിടെ പോയി മീറ്റ് ചെയ്യും? ഇവിടെ കൺവേർജിങ് ചെയ്യൂലേ? കൺവേർജ് ചെയ്തിട്ട് അവസാനം വരെ എവിടെ പോയി മീറ്റ് ചെയ്യും? ഫോക്കസ് പോയി മീറ്റ് ചെയ്യും. അങ്ങനെ ഇമേജ് നമുക്ക് ഫോക്കസ് കിട്ടുക. ക്ലിയർ? അപ്പോൾ ഇതാണ് ശരിക്കും എന്ത്? ഈ കാണിച്ചിട്ടുള്ള ബ്ലൂ ലൈനാണ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. ക്ലിയർ അല്ലേ? അപ്പം എന്ത് ചെയ്യണം? ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് വേവ് ഫ്രണ്ട് ആണ് വരയ്ക്കേണ്ടത്. ഈ ആരോക്ക് എന്താണ് ശരിക്ക്? ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. പക്ഷെ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണ്. അപ്പോൾ വേവ് ഫ്രണ്ടിന്റെ ഷേപ്പ് എന്തായിരിക്കും? ഇവിടെ വേവ് ഫ്രണ്ട് വരയ്ക്കാൻ പറഞ്ഞാൽ എന്തായിരിക്കും? ഇതേപോലെ പ്ലെയിനുകൾ വരച്ചാൽ മതി. ശരിയാണോ? ഇതേപോലെ പ്ലെയിനുകൾ വരച്ചാൽ പോലെ. വേവ് ഫ്രണ്ട് ആണ് എനിക്ക് വരയ്ക്കേണ്ടത്. ക്ലിയർ? അപ്പോൾ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണുള്ളത്. അപ്പോൾ ഇതൊക്കെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് ആണെങ്കിൽ അയാൾക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് പ്ലെയിനുകൾ വരയ്ക്കുക. അപ്പോൾ ഇവിടേക്ക് എനിക്ക് പ്ലെയിൻ വേവ് ഫ്രണ്ട് കിട്ടി. ഇതാണ് പ്ലെയിൻ വേവ് ഫ്രണ്ട്. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ നോക്കുക, ഇതിപ്പോൾ എന്ത് സോഴ്സ് ആണ്? എല്ലാം കൂടി ഒരു പോയിന്റ് പോയി മീറ്റ് ചെയ്താൽ ഇത് സോഴ്സ് ഇൻഫിനിറ്റിയാണ്. ഇതൊരു പോയിന്റ് സോഴ്സ് ആയിട്ടല്ല ആക്ട് ചെയ്യുക. ശരിയാണോ? ഇതൊരു പോയിന്റ് സോഴ്സ് അല്ലേ? കാരണം ഇവിടുന്ന് വരുന്ന ലൈറ്റ് റേസോ കൂടി ഇവിടെ പോയി മീറ്റ് ചെയ്തു. ദാറ്റ് മീൻസ് ഇതിപ്പോൾ എന്തായിട്ടാണ് ബിഹേവ് ചെയ്യുക? ഈ ഫോക്കസ് ആരായിട്ടാണ് ബിഹേവ് ചെയ്യുക? ഒരു പോയിന്റ് സോഴ്സ് ആയിട്ടല്ലേ ബിഹേവ് ചെയ്യുക. അപ്പോൾ പോയിന്റ് സോഴ്സ് ഉണ്ടാക്കുന്ന വേവ് ഫ്രണ്ട് എന്താ ഷേപ്പ്? സ്ഫെരിക്കൽ വേവ് ഫ്രണ്ട്. അപ്പോൾ അതിങ്ങനെ കിട്ടും. ഇവിടെ സ്ഫെരിക്കൽ വേവ് ഫ്രണ്ട് ഇങ്ങനെ കിട്ടും. ക്ലിയർ ആണോ? കോൺസെപ്റ്റ് ക്ലിയർ ആണോ?
ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഇതാണ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് പ്ലെയിനുകൾ വരയ്ക്കുക. കാരണം സോഴ്സ് ഇൻഫിനിറ്റിയിലായാൽ വേവ് ഫ്രണ്ടിന്റെ ഷേപ്പ് എന്താണ്? പ്ലെയിൻ വേവ് ഫ്രണ്ട് ആണ്. ക്ലിയർ? ഇനി അതൊക്കെ കൂടി പോയി ഫോക്കസ് പോയി മീറ്റ് ചെയ്തു. ഈ ഫോക്കസ് പോയി മീറ്റ് ചെയ്താൽ ഇത് ആരായിട്ട്, ഈ ഫോക്കസ് ആരായിട്ടാ ബിഹേവ് ചെയ്യുക? ഒരു പോയിന്റ് സോഴ്സ്. അപ്പോൾ പോയിന്റ് സോഴ്സിന് ചുറ്റുമുള്ള വേവ് ഫ്രണ്ടിന്റെ ഷേപ്പ് എന്താണ്? സ്ഫെരിക്കൽ. കാരണം ലൈറ്റ് ഇവിടെ ഉള്ളൂ, നമ്മൾ ജോയിൻ ചെയ്ത് എങ്ങനെ കിട്ടും? കോൺസെൻട്രിക് എന്ത് കിട്ടും? സ്ഫെരിക്കൽ കിട്ടും. പക്ഷെ ഇവിടെ അതിൻ്റെ ഒരു പാർട്ട്. ക്ലിയർ ആണോ? കാരണം ഇത് പോയിന്റ് സോഴ്സ് ആയിട്ട് ബിഹേവ് ചെയ്യും. ഇനി അടുത്ത എക്സാമ്പിള് ഇത് തന്നെ. ഒബ്ജക്റ്റ് ഈസ് അറ്റ് ഇൻഫിനിറ്റി ഓഫ് കോൺകേവ് ലെൻസ്. ഞാൻ കോൺവെക്സ് ലെൻസ് ആണ് വരച്ചത്. അതേപോലെ അടുത്ത എന്താണ്? ഒബ്ജക്റ്റ് ഈസ് അറ്റ് ഇൻഫിനിറ്റി ഫോർ കോൺകേവ് ലെൻസ്. ഇവിടെ കോൺകേവ് ലെൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് നിങ്ങളെ ലെൻസ്. ക്ലിയർ? അപ്പോൾ നമുക്കറിയാം എന്ത് വരും? ഇൻഫിനിറ്റിന്ന് എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാറ്? പാരലായിട്ടല്ലേ കാണിക്കാറ്? ഡൈവേർജ് ചെയ്തു പോകും. പാരലായിട്ടാണ് വരാറ്, ഡൈവേർജ് ചെയ്തു പോകും. ശരിയല്ലേ? പാരലായിട്ട് വരും, ഇറ്റ് വിൽ ഡൈവേർജ്. ക്ലിയർ? പാരലായിട്ട് വരുന്ന ലൈറ്റ് റേസ് ഒക്കെ എന്തായിട്ട് പോകും? ഡൈവേർജ് ചെയ്തു പോകും. പക്ഷെ നമുക്കറിയാം നമുക്ക് എന്താ സംഭവിക്കുക? അല്ലേ? അപ്പൊ നമ്മൾ സാധാരണ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇത് ഡൈവേർജ് ചെയ്തു പോകും അല്ലേ? അപ്പൊ ഡൈവേർജ് ചെയ്യുമ്പോൾ ദിസ് ഇസ് അപ്പിയേഴ്സ് ടു ബി കമ്മിങ് ഫ്രം, നമുക്ക് ഇത് ഇവിടുന്ന് വരുന്ന പോലെ തോന്നൂലേ? അതേപോലെ തന്നെ ദിസ് ഇസ് അപ്പിയേഴ്സ് ടു ബി കമ്മിങ് ഫ്രം ഹിയർ. അപ്പോൾ നമുക്ക് വെർച്വൽ ഫോക്കസ് കിട്ടൂലേ? ഇവിടെ നമുക്ക് വെർച്വൽ ഫോക്കസ് കിട്ടും. ഇതല്ലേ കോൺകേവ് ലെൻസിൽ സംഭവിക്കുക. അപ്പോൾ നോക്കുക, ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലായതുകൊണ്ട് ഇവിടെ വേവ് ഫ്രണ്ടിന്റെ ഷേപ്പ് എന്തായിരിക്കും? ഇവിടെ പ്ലെയിൻ വേവ് ഫ്രണ്ട് ആയിരിക്കും അല്ലെ? ഇവിടെയൊക്കെ പ്ലെയിൻ വേവ് ഫ്രണ്ട് ആയിരിക്കും. ശരിയല്ലേ? പക്ഷെ ഇത് പാരായിട്ട്, ഈ ഫോക്കസ് പാരായിട്ട് ബിഹേവ് ചെയ്യും. ആ ഫോക്കസ് ഒരു ഒബ്ജക്റ്റ് ഇവിടെ ഇരിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുക? ഇതൊക്കെ പ്ലെയിൻ വേവ് ഫ്രണ്ട്. ക്ലിയർ അല്ലേ? പക്ഷെ ഈ ഒബ്ജക്റ്റ് പാരായിട്ട്, ഈ ഫോക്കസ് പാരായിട്ടാണ് ബിഹേവ് ചെയ്യുക. ഒരു പോയിന്റ് സോഴ്സ്. അയാൾ ഉണ്ടാക്കുന്ന വേവ് ഫ്രണ്ട് എന്തായിരിക്കും? അയാൾ ഉണ്ടാക്കുന്ന വേവ് ഫ്രണ്ട് സ്ഫെരിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇൻഫിനിറ്റിയിൽ പ്ലെയിൻ വേവ് ഫ്രണ്ട്, ഇത് പോയിന്റ് സോഴ്സ് ആയതുകൊണ്ട് അയാൾ ഉണ്ടാക്കുന്ന വേവ് ഫ്രണ്ട് ഒക്കെ സ്ഫെരിക്കൽ വേവ് ഫ്രണ്ട് ആയിട്ട് വരും. ക്ലിയർ ആണോ? അപ്പൊ ഇതാണ് വേവ് ഫ്രണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത് പറയുന്നത് ഹൈജീൻസ് പ്രിൻസിപ്പിൾ ആണ്. ഹൈജീൻസ് പ്രിൻസിപ്പിൾ. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ എഴുതാം. സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയാൽ മനസ്സിലായിക്കൊള്ളുന്നില്ല. അതിനുശേഷം ഞാനൊരു ചിത്രം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ? ഹൈജീൻ്റെ പ്രിൻസിപ്പിൾ എന്താ വെച്ചാൽ എവ്രി പോയിന്റ് ഓൺ എ വേവ് ഫ്രണ്ട് act as a source of secondary disturbance. Every point on a wavefront act as a source of secondary disturbance which emit wavelets called secondary wavelets. Secondary wavelets travel in all direction with speed of light. Speed of light. മൂന്നാമത്തെ പോയിന്റ് എന്താ വെച്ചാൽ കോമൺ ടാൻജന്റ്. Common tangent on secondary wavelet gives new wave front. New wave front. ഇവിടെ കൺഫ്യൂഷൻ വേണ്ട. ആ സ്റ്റേറ്റ്മെന്റ് കുറച്ച് പറയുന്നുണ്ട്, പക്ഷെ നമുക്കൊരു ചിത്രം വരച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ? അപ്പോൾ ആദ്യം ശ്രദ്ധിക്കുക, ഹൈജീൻ്റെ പ്രിൻസിപ്പിൾ പറയുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ വേവ് ഫ്രണ്ടിനെ കുറിച്ച് പഠിച്ചു അല്ലേ? പല ടൈപ്പ് വേവ് ഫ്രണ്ടിനെ കുറിച്ച് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഹൈജീൻ പറയുന്നത് എന്താ വെച്ചാൽ എവ്രി പോയിന്റ് ഓൺ എ വേവ് ഫ്രണ്ട്, നിങ്ങൾ ആ വേവ് ഫ്രണ്ടിലെ ഏത് പോയിന്റ് എടുത്താലും ആക്ട് ആസ് എ സോഴ്സ് ഓഫ് സെക്കൻഡറി ഡിസ്റ്റർബൻസ്. ഇവിടെ നമുക്കറിയാം വേവ്സ് തന്നെ ഡിസ്റ്റർബൻസ് ആണ് അല്ല? ഇപ്പോൾ ഒരു മീഡിയ ആണെങ്കിൽ ആ മീഡിയത്തിന് ഡിസ്റ്റർബ് സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ആണ് എന്തായിട്ട് മാറുന്നത്? വേവ് ആയിട്ട് മാറുന്നത്. ക്ലിയർ? അപ്പോൾ ഹൈജീൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എവ്രി പോയിന്റ് ഓൺ എ വേവ് ഫ്രണ്ട്. ഇപ്പോൾ നിങ്ങളൊരു വേവ് ഫ്രണ്ട് എടുത്തു എന്ന് വിചാരിക്കുക അല്ലെ? ആ വേവ് ഫ്രണ്ടിലെ ഓരോ പോയിന്റിൽ നിന്നും ആര് ജനറേറ്റ് ചെയ്യുന്ന പറഞ്ഞത്? സെക്കൻഡറി ഡിസ്റ്റർബൻസ് വിച്ച് എമിറ്റ്
വേവ്ലെറ്റ്സ് കോൾഡ് സെക്കൻഡറി വേവ്ലെറ്റ്സ്. എടാ ഈ വേവ് ഫ്രണ്ടിന്റെ പ്ലൂറലായിട്ട് വരുന്ന ടേമാണ് വേവ്ലെറ്റ്. വേവ് ഫ്രണ്ടിന്റെ പ്ലൂറലായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് വേവ്ലെറ്റ്. അപ്പോൾ ചുരുക്കി പറഞ്ഞവരെന്താ പറയുന്നത്, ഇപ്പം നിങ്ങൾ അതിലൊരു വേവ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ ആ വേവ് ഫ്രണ്ടിന്റെ ഓരോ പോയിന്റിൽ നിന്നും പുതിയ വേവ് ഫ്രണ്ട് ജനറേറ്റ് ചെയ്യും. ആ വേവ് ഫ്രണ്ടിനെ നമ്മൾ എന്താ പറയുക, സെക്കൻഡറി വേവ്ലെറ്റ് എന്ന് പറയാം. ഈ സെക്കൻഡറി വേവ്ലെറ്റ് എന്ത് ചെയ്യും, ട്രാവൽ ഇൻ ഓൾ ഡയറക്ഷൻ വിത്ത് സ്പീഡ് ഓഫ് ലൈറ്റ്. സെക്കൻഡറി വേവ്ലെറ്റ് എല്ലാ ഡയറക്ഷനും ട്രാവൽ ചെയ്യും വിത്ത് സ്പീഡ് ഓഫ് ലൈറ്റ്. കോമൺ ടാൻജന്റ് ഓൺ സെക്കൻഡറി വേവ്ലെറ്റ് ഗിവ്സ് ന്യൂ വേവ് ഫ്രണ്ട്. കോമൺ ടാൻജന്റ് ഓൺ സെക്കൻഡറി വേവ്ലെറ്റ് ഗിവ്സ് ന്യൂ വേവ് ഫ്രണ്ട്. അല്ലേ, ഇതിങ്ങനെ പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല, ഞാൻ വരയ്ക്കാം. ഓക്കെ, എടാ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതാണ് നിങ്ങളുടെ സോഴ്സ് വിചാരിക്കാം. ഇയാളെ ഞാൻ പ്രൈമറി സോഴ്സ് എടുത്തു. ഇയാൾ എന്തെടുത്ത്, ഞാൻ ഒരു സോഴ്സ്, ഒരു പോയിന്റ് സോഴ്സ് ആണ്. ആ പോയിന്റ് സോഴ്സിനെ ഞാൻ എന്തെടുത്തു, പ്രൈമറി സോഴ്സ് എടുത്തു. ക്ലിയർ, ഒരു പ്രൈമറി പോയിന്റ് സോഴ്സ് എടുത്തു. ഒരു പ്രൈമറി സോഴ്സ് എടുത്തു അല്ലേ, അതൊരു പോയിന്റ് സോഴ്സ് ആണ്. എടാ ഇയാൾ ഉണ്ടാക്കുന്ന വേവ് ഫ്രണ്ടിന്റെ ഷേപ്പ് എന്താണ് നമുക്കറിയാം, സ്ഫെരിക്കൽ. അതിൻ്റെ ഒരു ഭാഗം ഞാൻ വരച്ചു, അവിടെ കംപ്ലീറ്റ് ആയിട്ട് വരയ്ക്കുന്നില്ല, അതിൻ്റെ ഒരു ഭാഗം ഞാൻ ഈ സൈഡിലേക്ക് വരച്ചു. ഇത് സ്ഫെരിക്കൽ വേവ് ഫ്രണ്ട് ആണ്. ക്ലിയർ, അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഇതിന് എന്തെന്ന് പറയാം, ഇത് നമുക്ക് പ്രൈമറി വേവ് ഫ്രണ്ട് എന്ന് പറയാം. ക്ലിയർ, എടാ വാക്കുകൾ ശ്രദ്ധിക്കുക. ഇത് സോഴ്സ്, ഒരു പോയിന്റ് സോഴ്സ്. പോയിന്റ് സോഴ്സ് ഉണ്ടാക്കുന്ന വേവ് ഫ്രണ്ടിന്റെ ഷേപ്പ് എന്താണ്, സ്ഫെരിക്കൽ വേവ് ഫ്രണ്ട്. അങ്ങനത്തെ ഒരു സ്ഫിയറിന്റെ ഒരു ഭാഗം ഞാൻ വരച്ചു, സ്ഫിയറിന്റെ ഒരു ഭാഗം ഞാൻ വരച്ചു. അപ്പോൾ ഇത് പ്രൈമറി വേവ് ഫ്രണ്ട് അല്ലേ, ഇത് പ്രൈമറി വേവ് ഫ്രണ്ട് ആണ്. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ. പോയിന്റ് സോഴ്സ് ആണെങ്കിൽ ഇങ്ങനെ പ്രൈമറി വേവ് ഫ്രണ്ട് ഉണ്ടാക്കും, ശരിയല്ലേ. അതിൻ്റെ ഒരു ഭാഗമാണ് ഞാനിപ്പോൾ എടുത്തത്. ഇത് ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി എന്താണ് ഹൈജീൻ പറഞ്ഞത്, എടാ ഈ പ്രൈമറി വേവ് ഫ്രണ്ടിലെ ഓരോ പോയിന്റും ആരാണ്, ആക്ട് ആസ് എ സോഴ്സ് ഓഫ് സെക്കൻഡറി ഡിസ്റ്റർബൻസ്. അതിൻ്റെ അർത്ഥം ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്തു, ഇവിടെ ഒരു പോയിന്റ്, ഏത് പോയിന്റ് നിങ്ങൾക്ക് എടുക്കുക, അതിൽ ഓരോ പോയിന്റും അല്ലെ ഈ പ്രൈമറി വേവ് ഫ്രണ്ട്, നിങ്ങളുള്ള ആദ്യമുള്ള വേവ് ഫ്രണ്ട്, അതിനാണ് എന്ത് പേര് കൊടുത്തത്, പ്രൈമറി വേവ് ഫ്രണ്ട്. ഈ പ്രൈമറി വേവ് ഫ്രണ്ടിലെ ഓരോ പോയിന്റും ആരുണ്ടാക്കുന്ന പറഞ്ഞത്, സെക്കൻഡറി വേവ്ലെറ്റ് ഉണ്ടാക്കുന്ന പറഞ്ഞത്. അതിന്റെ അർത്ഥം ഇതൊക്കെ എന്താണ് ശരിക്കും, സോഴ്സ് ഓഫ് സെക്കൻഡറി ഡിസ്റ്റർബൻസ് ആണ്. ഇവിടെ കൺഫ്യൂഷൻ വേണ്ട, കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഈ ഓരോ പോയിന്റും ഞാൻ കാണിച്ചില്ല, ഓരോ പോയിന്റും ആരാണ്, സോഴ്സ് ഓഫ് സെക്കൻഡറി ഡിസ്റ്റർബൻസ്. ഇതാണ് സോഴ്സ്, സെക്കൻഡറി, ഇത് പ്രൈമറി. അയാൾ വേവ് ഫ്രണ്ട് ഉണ്ടാക്കി, ഇനി ആ വേവ് ഫ്രണ്ടിലെ ഓരോ പോയിന്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ഉണ്ടാവുക. അപ്പൊ ഈ ഓരോ പോയിന്റും ആരായിട്ട് ബിഹേവ് ചെയ്യും, സോഴ്സ് ഓഫ് സെക്കൻഡറി ഡിസ്റ്റർബൻസ്. ഇയാൾ എന്തുണ്ടാക്കും, പുതിയ വേവ് ഫ്രണ്ട് ഉണ്ടാക്കും. ആ വേവ് ഫ്രണ്ടിന്റെ ഷേപ്പ് എന്തായിരിക്കും, എടാ അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊരു ഡോട്ട് അല്ലേ, ഇതൊരു പോയിന്റ് സോഴ്സ് അല്ലേ. പോയിന്റ് സോഴ്സ് എന്താ ഉണ്ടാക്കുക, ഇതേപോലത്തെ സ്ഫെരിക്കൽ വേവ് ഫ്രണ്ട് ഉണ്ടാക്കും, ശരിയല്ലേ. എടാ ഇതേപോലത്തെ സ്ഫെരിക്കൽ വേവ് ഫ്രണ്ട് ഉണ്ടാക്കും. ക്ലിയർ ആണോ? ഇവിടെ കോൺസെപ്റ്റ് ക്ലിയർ ആണ്. ഞാൻ ഇവിടെ ഒന്നും വരച്ചിട്ടില്ല, അത് ശ്രദ്ധിക്കേണ്ട, എല്ലായിടത്തും വരയ്ക്കാം. ഞാനിപ്പോൾ മനസ്സിലാവാൻ വേണ്ടി ഇത് ചെയ്തു. ഇപ്പം ഇതാരാണ്, ഈ ബ്ലൂ പോയിന്റ് ആരാണ്, സെക്കൻഡറി ഡിസ്റ്റർബൻസ് ആണ് അല്ലെ, സോഴ്സ് ഓഫ് സെക്കൻഡറി ഡിസ്റ്റർബൻസ്. അത് സെക്കൻഡറി വേവ്ലെറ്റ് ഉണ്ടാക്കും. അപ്പൊ ഈ സെക്കൻഡറി വേവ്ലെറ്റിന്റെ ഷേപ്പ് എന്നുള്ളത് പോയിന്റ് സോഴ്സ് ആണെങ്കിൽ സ്ഫിയർ വരയ്ക്കുക. അപ്പൊ ഇതാരാണ് ഇപ്പോ, ഈ സംഭവം ആരാണ്, ഇതാണ് നിങ്ങളെ സെക്കൻഡറി വേവ്ലെറ്റ്. മനസ്സിലായോ? ഇതാണ് സെക്കൻഡറി വേവ്ലെറ്റ്. ക്ലിയർ? അപ്പൊ ഇതുവരെ അപ്പൊ ക്ലിയർ ആയില്ലേ? ഇനി ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്ക്. എവ്രി പോയിന്റ് ഓൺ എ വേവ് ഫ്രണ്ട് അല്ലെ, ഈ റെഡ് കളറിലുള്ളതാണ് വേവ് ഫ്രണ്ട്, പ്രൈമറി വേവ് ഫ്രണ്ട്. അപ്പൊ എവ്രി പോയിന്റ് ഓൺ എ വേവ് ഫ്രണ്ട് ആക്ട് ആസ് എ സോഴ്സ് ഓഫ് സെക്കൻഡറി ഡിസ്റ്റർബൻസ്. ഈ പ്രൈമറി വേവ് ഫ്രണ്ടിലെ ഓരോ പോയിന്റും സോഴ്സ് ഓഫ് സെക്കൻഡറി ഡിസ്റ്റർബൻസ്. ക്ലിയർ അല്ലേ? വിച്ച് എമിറ്റ് വേവ്ലെറ്റ് കോൾഡ് സെക്കൻഡറി വേവ്ലെറ്റ്. ഈ ഓരോ ഡിസ്റ്റർബൻസും വേവ് ഫ്രണ്ട് ഉണ്ടാക്കും അല്ലേ. ആ വേവ് ഫ്രണ്ട് സ്ഫെരിക്കൽ വേവ് ഫ്രണ്ട്, പോയിന്റ് സോഴ്സ് ആയതുകൊണ്ട് അതിനെ നമ്മൾ എന്തെന്ന് പറയാ, സെക്കൻഡറി വേവ്ലെറ്റ് എന്ന് പറയാം. ക്ലിയർ അല്ലേ? അപ്പോൾ ഓരോരുത്തരും അയാൾക്ക് ചുറ്റും സ്ഫെരിക്കൽ ഉണ്ടാക്കും, അതിനെ നമ്മൾ സെക്കൻഡറി വേവ്ലെറ്റ് എന്ന് പറയാം. അപ്പോൾ അതും ക്ലിയർ ആയി, സെക്കൻഡറി വേവ്ലെറ്റ്. ഇനി എന്താ പറയുന്നത്, സെക്കൻഡറി വേവ്ലെറ്റ് ട്രാവൽ ഇൻ ഓൾ ഡയറക്ഷൻ വിത്ത് സ്പീഡ് ഓഫ് ലൈറ്റ്. ഇത് എല്ലാ ഡയറക്ഷനിലും സ്പീഡ് ഓഫ് ലൈറ്റിൽ ട്രാവൽ ചെയ്യും. ക്ലിയർ? ഇനി ലാസ്റ്റ് പോയിന്റ് എന്താണ്, കോമൺ ടാൻജന്റ് ഓൺ സെക്കൻഡറി വേവ്ലെറ്റ് ഗിവ്സ് ന്യൂ വേവ് ഫ്രണ്ട്. കോമൺ ടാൻജന്റ്, കോമൺ ടാൻജന്റ് എന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെ ജോയിൻ ചെയ്ത് ഇങ്ങനെ വരയ്ക്കുക, ഇവരെ ടച്ച് ചെയ്തിട്ട് ഈ പോയിന്റ് ടാൻജന്റ്, ഇതിനെ ടാൻജന്റ് എന്നാണ്. ഒരു പോയിന്റിൽ ടച്ച് ചെയ്ത് വരയ്ക്കില്ല, ടാൻജന്റ്. ഇതാണ് ഇപ്പൊ ആര്, ന്യൂ വേവ് ഫ്രണ്ട്. ഇതാണ് ന്യൂ വേവ് ഫ്രണ്ട്. ക്ലിയർ ആണോ?
ഇവിടെ കോൺസെപ്റ്റ് ക്ലിയർ ആണോ? അപ്പോൾ ആ ചിത്രം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതാണ് ഹൈജീൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എവറി പോയിന്റ് ഓൺ എ വേവ് ഫ്രണ്ട്. ഇപ്പം ഇതാണ് നമ്മൾ എന്ത്, ഇതാണ് പ്രൈമറി സോഴ്സ്. ഇത്രയേ ഉള്ളൂ സംഭവം. എടി ഇതാണ് പ്രൈമറി സോഴ്സ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം അതെങ്ങനെയാണ് വരച്ചതെന്നുള്ളത്. ഇതാണ് പ്രൈമറി സോഴ്സ് എന്ന് വിചാരിക്കും, ഒരു പോയിന്റ് സോഴ്സ്. അപ്പോൾ അയാളൊരു സ്പെരിക്കൽ വേവ് ഫ്രണ്ട് ഉണ്ടാക്കി. ഇതിനെ നമ്മൾ പ്രൈമറി വേവ് ഫ്രണ്ട് എന്ന് പറയാം. ഇതിനെ നമ്മൾ എന്താ പറയുക? പ്രൈമറി. ഇതൊക്കെ പോയില്ലേ, കൃത്യമായിട്ട് വരക്കിട്ടോ. പ്രൈമറി വേവ് ഫ്രണ്ട് എന്ന് പറയാം. ഈ പ്രൈമറി വേവ് ഫ്രണ്ടിലെ ഓരോ പോയിന്റും എന്താണ്? ഈ പ്രൈമറി വേവ് ഫ്രണ്ടിലെ ഓരോ പോയിന്റുമാണ് എന്ത്? പുതിയ വേവ് ഫ്രണ്ടിന്റെ സോഴ്സ്. അതിന് നമ്മൾ സെക്കൻഡറി ഡിസ്റ്റർബൻസ് എന്ന് പറയാം. ഈ പ്രൈമറി വേവ് ഫ്രണ്ടിലെ ഓരോ പോയിന്റുമാണ് ആര്? സോഴ്സ് ഓഫ് സെക്കൻഡറി ഡിസ്റ്റർബൻസ്. അപ്പോൾ ഈ പോയിന്റിനൊക്കെ നമുക്ക് എന്തെന്ന് പറയാം? ഈ പോയിന്റിനൊക്കെ നമുക്ക് എന്തെന്ന് പറയാം ഈസി ആയിട്ട്? സോഴ്സ് ഓഫ് സെക്കൻഡറി ഡിസ്റ്റർബൻസ് എന്ന് പറയാം. ഇവരിനി ആരുണ്ടാക്കും? വേവ്ലെറ്റ് ഉണ്ടാക്കും. ആ വേവ്ലെറ്റ് എന്ന പ്ലൂരൽ, ഒരുപാട് വേവ്സ് ഉണ്ടാക്കും. അതിന് നമ്മൾ സെക്കൻഡറി വേവ്ലെറ്റ് എന്ന് പറയാം. അപ്പം ഇതൊക്കെ പോയിന്റ് സോഴ്സ് ആണ്. അപ്പോൾ ഇതാണ് സെക്കൻഡറി വേവ്ലെറ്റ്, ഇതാണ് സെക്കൻഡറി വേവ്ലെറ്റ്, ഇതാണ് സെക്കൻഡറി വേവ്ലെറ്റ്, ഇതാണ് സെക്കൻഡറി വേവ്ലെറ്റ്. ക്ലിയർ ആണോ? കാരണം ഈ പ്രൈമറി വേവ് ഫ്രണ്ടിലെ ഓരോ പോയിന്റും ആരാണ്? പുതിയ വേവ് ഫ്രണ്ടിന്റെ സോഴ്സ് ആണ്, സെക്കൻഡറി സോഴ്സ് ആണ്. അപ്പോൾ അവൾ ഉണ്ടാക്കുന്ന വേവ്ലെറ്റ്, ഈ ബ്ലാക്ക് കളറിൽ വരച്ചുള്ള ഒക്കെ എന്താണ്? സെക്കൻഡറി വേവ്ലെറ്റ് ആണ്, സെക്കൻഡറി വേവ്ലെറ്റ്. ഇനി ഇതിൽ നിന്നൊരു വേവ് ഫ്രണ്ട് വരയ്ക്കാൻ പറഞ്ഞാൽ അവരൊക്കെ ടാൻജന്റ്, കോമൺ ടാൻജന്റ്. ടാൻജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പോയിന്റ് ഈ പോയിന്റ് ഈ പോയിന്റ് ഈ പോയിന്റിൽ ടച്ച് ചെയ്യുന്നത് ഒരു ലൈൻ വരയ്ക്കുക, ഇങ്ങനെ അങ്ങോട്ട് വരച്ചാൽ മതി. ഇതാണ് പുതിയ വേവ് ഫ്രണ്ട്, ന്യൂ വേവ് ഫ്രണ്ട്, അല്ലെങ്കിൽ സെക്കൻഡറി വേവ് ഫ്രണ്ട് എന്നൊക്കെ പറയാം. ക്ലിയർ ആണോ കോൺസെപ്റ്റ്? അപ്പോൾ ഇത് പ്രൈമറി സോഴ്സ്, ഇത് പ്രൈമറി വേവ് ഫ്രണ്ട്, അതിൽ ഓരോ പോയിന്റും ആണ് സെക്കൻഡറിന്റെ സോഴ്സ്. ഇതൊക്കെ അവരുണ്ടാക്കിയ വേവ് ഫ്രണ്ട്, അതാണ് വേവ് ലെറ്റ്. അപ്പൊ ഇതൊക്കെ എന്താണ്? സെക്കൻഡറി വേവ് ലെറ്റ്. ഇനി അവരെ ഔട്ട്വേർഡ് ഡയറക്ഷൻ ആണ്, ഫോർവേഡിൽ വരയ്ക്കുക, അല്ലാണ്ട് ഇവിടെ വരച്ചിട്ട് കാര്യമില്ല. ഇവിടെ ടാൻജന്റ് വരയ്ക്കരുത്, പുറത്തേക്ക് വരയ്ക്കണം, ഫോർവേഡ്. അപ്പോൾ എല്ലാ പോയിന്റിനും ടച്ച് ചെയ്തിട്ട് ഒരു കോമൺ ടാൻജന്റ് വരയ്ക്കുക. എങ്ങനെ കിട്ടും? അപ്പോൾ ഇതാണ് ആര്? ഈ ബ്ലൂ കളറാണ് ആര്? ന്യൂ വേവ് ഫ്രണ്ട്. ക്ലിയർ ആണ് കോൺസെപ്റ്റ്? ഇതാണ് ഹൈജീൻ്റെ പ്രിൻസിപ്പിൾ. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി അടുത്ത ഞാൻ ഒന്നുകൂടി പറയാം. അപ്പോൾ നമ്മൾ ഇതാണ് നിങ്ങളൊരു പ്രൈമറി സോഴ്സ് ആയിട്ട് എടുത്തതെന്ന് വിചാരിക്കുക. സിമ്പിളായിട്ട് പ്രൈമറി സോഴ്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രൈമറി വേവ് ഫ്രണ്ട്, ഇത് പ്രൈമറി വേവ് ഫ്രണ്ട് ആണെങ്കിൽ ഇതിൽ ഓരോ പോയിന്റും ആരാണ്? അടുത്ത പ്രൈമറി വേവ് ഫ്രണ്ട് ആണെങ്കിൽ ഇതിൽ ഓരോ പോയിന്റും ആരാണ്? സോഴ്സ് ഓഫ് സെക്കൻഡറി ഡിസ്റ്റർബൻസ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ സെക്കൻഡറി വേവ്ലെറ്റ് ഫോം ചെയ്യും. ശരിയാണോ? എടാ അവര് സെക്കൻഡറി വേവ്ലെറ്റ് ഫോം ചെയ്യും. ശരിയാണോ? അവര് സെക്കൻഡറി വേവ്ലെറ്റ് ഫോം ചെയ്യും. ക്ലിയർ ആണോ കോൺസെപ്റ്റ്? സെക്കൻഡറി വേവ്ലെറ്റ് ഫോം ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡറി വേവ്ലെറ്റ് ഫോം ചെയ്യുക, ഇവരെ കോമൺ ടാൻജന്റ് എല്ലാം കൂടി മീറ്റ് ചെയ്യുന്ന കോമൺ ടാൻജന്റ് വരയ്ക്കുക. ഇതാണ് നിങ്ങളുടെ ന്യൂ വേവ് ഫ്രണ്ട്, ഇതാണ് നിങ്ങളുടെ ന്യൂ വേവ് ഫ്രണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് പ്രൈമറി വേവ് ഫ്രണ്ട്. ആ പ്രൈമറി വേവ് ഫ്രണ്ടിലെ ഓരോ പോയിന്റും സോഴ്സ് ഓഫ് സെക്കൻഡറി വേവ് ഫ്രണ്ട് അല്ലേ? അപ്പോൾ അവരുണ്ടാക്കുന്ന വേവ്സ് ആണ് ഇത് സെക്കൻഡറി വേവ്ലെറ്റ്. ഈ സെക്കൻഡറി വേവ്ലെറ്റിന്റെ കോമൺ ആയിട്ട് ഒരു ടാൻജന്റ് വരയ്ക്കുക, അതാണ് ആര്? ന്യൂ വേവ് ഫ്രണ്ട്. അപ്പൊ ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ഒക്കെ റേഡിയസ് ആയിരിക്കും. ശരിയാണോ? കാരണം ഇയാൾ ഇങ്ങനെയല്ല ജോയിൻ ചെയ്ത് വരിക, ഇങ്ങനെയല്ല ജോയിൻ ചെയ്ത് വരിക. അപ്പൊ ആ ഡിസ്റ്റൻസ് ഒക്കെ റേഡിയസ് ആയിരിക്കും. അപ്പൊ സാധാരണ ഡിസ്റ്റൻസ് എപ്പോഴും ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈസ് ഓൾവേസ് ഈക്വൽ VT ആണ് വരിക. കാരണം ഡിസ്റ്റൻസ് എന്താണ്? വെലോസിറ്റി ടു ടൈം. കാരണം ഇത് ടൈം t ഈക്വൽ 0 ആകുമ്പോഴാണ് ഇവിടെ ഉണ്ടാവുക. ടൈം t ഈക്വൽ 0 ആകുമ്പോഴാണ് ഇവിടെ ഉണ്ടാവുക. കുറച്ച് കഴിയുമ്പോൾ ഈ ടൈമിൽ ഇവിടെ എത്തി എല്ലാവരും അല്ലേ? കാരണം സെയിം ഫേസിലല്ല എല്ലാവരും. അപ്പോൾ ടൈം 0 ആയപ്പോൾ ഇവിടെ t ആയപ്പോൾ എല്ലാവരും ഇവിടെ എത്തി. അപ്പോൾ അവർ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്നാണ് എല്ലാവരുടെ സ്പീഡും v. അപ്പോൾ ഒരു ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എപ്പോഴും ആരായിരിക്കും? VT. ഈ VT തന്നെയാണ് അവരെ റേഡിയസ് ആയിട്ട് ആക്ട് ചെയ്യുക അല്ലേ? അപ്പോൾ VT എന്നുള്ള ഡിസ്റ്റൻസ് ആണ് അവർ ട്രാവൽ ചെയ്തത്. ക്ലിയർ? കാരണം ഡിസ്റ്റൻസ് ആണ് എന്താണ്? വെലോസിറ്റി ഇൻറ്റു ടൈം. എല്ലാവരും മൂവ് ചെയ്യുന്ന വെലോസിറ്റി v, എടുത്ത ടൈം t. ക്ലിയർ? അപ്പോൾ പ്രൈമറിന്ന് സെക്കൻഡറി വേവ് ഫ്രണ്ടിലേക്കുള്ള ഡിസ്റ്റൻസ് എപ്പോഴും എത്രയായിരിക്കും? VT ആയിരിക്കും. അത് തന്നെയാണ് ഇപ്പോൾ ഒരു സ്ഫിയർ ആണെങ്കിൽ റേഡിയസ് ആയിട്ടും വരിക. ക്ലിയർ ആണ് ഈ കോൺസെപ്റ്റ്? അപ്പോൾ ഇതാണ് ഹൈജീൻ്റെ വേവ് തിയറിൻ്റെ ബേസിക് കോൺസെപ്റ്റ്. ക്ലിയർ അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? ഹൈജീൻ്റെ പ്രിൻസിപ്പിൾ വെച്ചു. പ്രൈമറി വേവ് ഫ്രണ്ട്, അതിന് സെക്കൻഡറി ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ട് നമുക്ക് സെക്കൻഡറി വേവ് ഫ്രണ്ട് ഒക്കെ വരയ്ക്കാൻ നമ്മൾ പഠിച്ചു. ക്ലിയർ? ഇനി നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത് റിഫ്ലക്ഷനാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലോ ഓഫ് റിഫ്ലക്ഷൻ. അപ്പോൾ നമ്മൾ വേവ് ഒപ്റ്റിക്സ് വെച്ച് റിഫ്ലക്ഷൻ എന്നുള്ള ഫിനോമിനാണ് പറയുന്നത് അല്ലേ?
നമ്മൾ ഓൾറെഡി റേ ഒപ്റ്റിക്സിൽ പറഞ്ഞിട്ടുണ്ട് റിഫ്ലക്ഷൻ എന്തായിരുന്നു, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അപ്പോൾ അതേപോലെ അത് നമ്മൾ റേ വെച്ചിട്ടാണ് പ്രൂവ് ചെയ്തത്. ഇപ്പം നമ്മൾ അതിൻ്റെ വേവ് ക്യാരക്ടറിസ്റ്റിക്സ് വേവ് ഫ്രണ്ട് വെച്ചിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം ഞാൻ ഇതാണ് ഒരു മീഡിയം എടുത്തു വിചാരിക്കും അല്ലേ, അവിടെ ഇപ്പോൾ ഒന്ന് ഇടിക്കുമ്പോഴല്ലേ തിരിച്ചു പോകേണ്ടത്. ഓക്കെ, മിറർ നമ്മൾ എടുക്കാറുണ്ട് അല്ലേ, അതേപോലത്തെ ഒരു മീഡിയം ആണ് നമ്മൾ എടുത്തത്, അല്ലെങ്കിൽ മിററാണ് നമ്മൾ എടുത്തത്. ഓക്കെ, ഇപ്പം നിങ്ങൾ കേൾക്കുക ഒരു റേ ഓഫ് ലൈറ്റ് ഇങ്ങനെ വന്നു. ഇവിടെ നമ്മൾ ആദ്യം ഞാൻ വരയ്ക്കുന്നത് ഇൻസിഡൻറ്റ് റേസ് ആട്ടോ, കൺഫ്യൂഷൻ വേണ്ട. ഇതൊക്കെ എന്താണ് ശരിക്കും, ഇതൊക്കെ ഇൻസിഡൻറ്റ് റേ ആണ്. അപ്പോൾ കൺഫ്യൂഷൻ വേണ്ട. ഇതാരാണ്, ഇൻസിഡൻറ്റ് റേ. വേവിലേക്ക് ഞാൻ പോയിട്ടില്ല, റേ ആണ്. കാരണം ഇതാണ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ, ഇതാണ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ഇവിടെ ഇയാൾക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആര് വരിക, ഇതാണ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ് എങ്കിൽ, ഇതല്ലേ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ് എങ്കിൽ ഇയാൾക്ക് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ വരയ്ക്കണ്ടേ? മനസ്സിലാവുന്നുണ്ടോ? എടാ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് ഇപ്പോൾ ഇൻസിഡൻറ്റ് റേസ് ഇങ്ങനെ വരുന്നതെന്ന് വിചാരിക്കുക. ഇയാൾക്ക് ഒരു പെർപെൻഡിക്കുലർ ഒരു പ്ലെയിൻ വരയ്ക്കുമ്പോഴല്ലേ നമുക്ക് വേവ് ഫ്രണ്ട് കിട്ടുക, കാരണം നമുക്ക് വേവ് ഫ്രണ്ട് വെച്ചല്ലേ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വേവ് ഫ്രണ്ട്, ദാറ്റ് മീൻസ് ഞാനൊരു പെർപെൻഡിക്കുലർ വരച്ചു. അപ്പോൾ ഇതാണ് ഈ ബ്ലാക്ക് മാർക്കറാണ് ആരായിട്ട് ആക്ട് ചെയ്യുക, ഇൻസിഡൻറ്റ് വേവ് ഫ്രണ്ട് ആയിട്ട് ആക്ട് ചെയ്യുക. എടുത്ത് ഇൻസിഡൻറ്റ് റേ ആണ്, നമുക്ക് വേവ് വെച്ചിട്ടാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ, ഇതല്ലേ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ഇയാൾക്ക് പെർപെൻഡിക്കുലർ ആയിട്ടല്ലേ വേവ് ഫ്രണ്ട് വരിക, കാരണം നമ്മൾ ഇതൊരു ഇൻഫിനിറ്റ് സോഴ്സ് എന്ന് വരുന്ന പോലെ നമ്മൾ അസ്യൂം ചെയ്യുക. അപ്പോൾ ഇയാളെ വേവ് ഫ്രണ്ട് നിങ്ങൾ എങ്ങനെയാണ് വരയ്ക്കുക, ഇവിടെ വേവ് ഫ്രണ്ട് നമ്മൾ ഇങ്ങനെ ഒരു പ്ലെയിൻ അല്ല വരയ്ക്കുക, അല്ല ഒരു പ്ലെയിൻ വരയ്ക്കുക. ആ പ്ലെയിൻ ആർക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കണം, ഇയാൾക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് പ്ലെയിൻ വരയ്ക്കും. അപ്പോൾ ഈ പ്ലെയിൻ ആണ് ആര് ശരിക്കും, ഇപ്പം ഈ എൻ്റെ ഹാൻഡ്, ഈ ഹാൻഡാണ് ആരായിട്ട് ബിഹേവ് ചെയ്യുക, ഇൻസിഡൻറ്റ് വേവ് ഫ്രണ്ട് ആയിട്ട് ബിഹേവ് ചെയ്യുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ലൈറ്റ് റേസ് വരുന്നതെങ്കിൽ അയാൾക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വരും. ഇതാണ് ആര്, ഈ ബ്ലാക്ക് മാർക്കറാണ് ആര്, ഇൻസിഡൻറ്റ് വേവ് ഫ്രണ്ട്. ക്ലിയർ ആണോ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സംഭവം ശ്രദ്ധിക്കുക. ഈ ഒരു സംഭവം ഞാൻ എന്തെടുത്തു, ഈ ഒരു സംഭവം ഞാൻ എ എടുത്തു, ഈ ഒരു സംഭവം ഞാൻ ബി എടുത്തു. ക്ലിയർ ആണോ? ഈ എ ബി എന്ന് പറഞ്ഞാൽ ആരാണ്, ഇൻസിഡൻറ്റ് വേവ് ഫ്രണ്ട്. ക്ലിയർ ആണോ? ഈ എ ബി എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് വേവ് ഫ്രണ്ട്, ഇൻസിഡൻറ്റ് വേവ് ഫ്രണ്ട്. ക്ലിയർ ആണോ? എ ബി എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് വേവ് ഫ്രണ്ട്. കാരണം എന്താണ്, വേവ് ഫ്രണ്ട് എപ്പോഴും എന്താണ്, വേവ് ഫ്രണ്ട് പെർപെൻഡിക്കുലർ ടു ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് അല്ലേ, വേവ് ഫ്രണ്ട് പെർപെൻഡിക്കുലർ ടു ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ്. ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റിന് പെർപെൻഡിക്കുലർ ആയിരിക്കും എപ്പോഴും ആര്, വേവ് ഫ്രണ്ട്. അപ്പോൾ എ ബി ആണ് നിങ്ങൾ ഇൻസിഡൻറ്റ് വേവ് ഫ്രണ്ട്. ക്ലിയർ? കൺഫ്യൂഷൻ വേണ്ട. ഇത് ഇൻസിഡൻറ്റ് റേ ആണ്, ഇത് വേവ് ഫ്രണ്ട് ആണ്. ക്ലിയർ? ഇനി ശ്രദ്ധിക്കുക, ഹൈജീൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് എടാ ഓരോ പോയിന്റും ഈ വേവ് ഫ്രണ്ടിലെ ഓരോ പോയിന്റും ആരുണ്ടാക്കും, സെക്കൻഡറി വേവ് ഫ്രണ്ട് ഉണ്ടാക്കൂലേ, അതല്ലേ ഹൈജീൻ പറഞ്ഞത്. അപ്പൊ എന്താ പറയാ, എ ആൻഡ് ബി പ്രൊഡ്യൂസ് സെക്കൻഡറി ഡിസ്റ്റർബൻസ്. ശരിയാണോ? എടാ എ എന്നും ബി എന്നും ഞാൻ രണ്ട് പോയിന്റ്സ് എടുത്തു. എ എന്ന് പറഞ്ഞ പോലെ എ ബി ആണ് മൊത്തത്തിൽ എന്ത്, ഇൻസിഡൻറ്റ് വേവ് ഫ്രണ്ട്. അതിൽ ഞാൻ രണ്ട് പോയിന്റ് എടുത്ത് എയും ബിയും, ഇവർ ആരാണ്, സോഴ്സ് ഓഫ് സെക്കൻഡറി ഡിസ്റ്റർബൻസ് ആണ്. എ ആൻഡ് ബി സോഴ്സ് ഓഫ് എന്താണ്, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് അല്ല, സോഴ്സ് ഓഫ് സെക്കൻഡറി ഡിസ്റ്റർബൻസ് ആണ്. ക്ലിയർ? അപ്പൊ ഞാൻ ശ്രദ്ധിക്കുക, എടാ അങ്ങനത്തെ ഒരു ഡിസ്റ്റർബൻസ് ആണ് ഞാൻ വരയ്ക്കുന്നത്. ഇപ്പൊ എങ്ങനെയാണ് ഡിസ്റ്റർബൻസ് വരിക, എടാ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, കുറച്ച് കൺഫ്യൂഷൻ വരുന്ന ഒരു ടോപ്പിക്കാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഓക്കെ, ഈ എ എന്ന് പറഞ്ഞ പോയിന്റ് ഒരു പോയിന്റ് സോഴ്സ് അല്ലേ, അപ്പോൾ അതൊരു സ്ഫെരിക്കൽ വേവ് ഫ്രണ്ട് ഉണ്ടാവും. ബിയും അതേപോലെ തന്നെ സ്ഫെരിക്കൽ വേവ് ഫ്രണ്ട് ഉണ്ടാവും. ക്ലിയർ? അപ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പം ഈ എ എന്ന് പറഞ്ഞ സംഭവത്തിൽ നിന്ന് വരുന്ന വേവ് ഫ്രണ്ട് അതാണ് ഞാൻ ഇവിടെ വരയ്ക്കുന്നത് കേട്ടോ. ശ്രദ്ധിക്കുക, അതാണ് ഞാൻ ഇവിടെ വരച്ചത്. ക്ലിയർ ആണോ? എടാ ഇതെന്താ സംഭവം, ഈ എ എന്ന് പറഞ്ഞ ആളെ ഞാൻ സെക്കൻഡറി സോഴ്സ് ആക്കിയിട്ട് അയാൾ ഉണ്ടാക്കിയ വേവ്ലെറ്റ്, സെക്കൻഡറി വേവ്ലെറ്റിന്റെ ഫോമാണത്. ക്ലിയർ ആണോ? അതേപോലെ തന്നെ ബി ഉണ്ടാക്കുന്ന ഞാൻ കുറച്ച് ഇങ്ങോട്ടും വെച്ചു, കാരണം അവർ രണ്ടാണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസും ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. ക്ലിയർ? അടി ഈ കോൺസെപ്റ്റ് ക്ലിയർ ആണോ? അടി ഈ വേവ് ഒപ്റ്റിക്സ് റേ പോലെയല്ല, കുറച്ച് ടോപ്പിക് വളരെ കുറവാണ്, പക്ഷെ ആ കോൺസെപ്റ്റ് കുറച്ചുകൂടി ഡ്രൈ ആണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, എ ബി എന്നുള്ളത് ഇൻസിഡൻറ്റ് വേവ് ഫ്രണ്ട് ആണെന്നുള്ളത് ക്ലിയർ ആണല്ലോ.
ഇൻസിഡന്റ് വേവ് ഫ്രണ്ട് ആണ്. ഈ വേവ് ഫ്രണ്ടിൽ എ എന്ന് പറഞ്ഞൊരു പോയിന്റ് കാരണം എന്തുണ്ടാവും? സെക്കൻഡറി വേവ്ലെറ്റ്. അതാണ് ഇത്. ബി കാരണമുള്ള സെക്കൻഡറി വേവ്ലെറ്റ്. കാരണം ഇയാൾക്ക് ചുറ്റും ഇങ്ങനെ ഒരു സ്ഫിയർ ഉണ്ടാവും, ഇയാൾക്ക് ചുറ്റും ഇങ്ങനെ ഒരു സ്ഫിയർ ഉണ്ടാവും. ക്ലിയർ ആണോ? അപ്പോൾ അതാണ് ഞാൻ എന്തെടുത്തത്? എ ബി. ഇയാൾ എന്തെടുത്തു? സിയും എടുത്തു, ഇത് ഡിയും എടുത്തു. അപ്പൊ ഈ സിയും ഡിയും ഒക്കെ ആരാ? എടാ സിയും ഡി ഒക്കെ ആരാണ്? സെക്കൻഡറി വേവ്ലെറ്റ് അല്ലെ? സെക്കൻഡറി വേവ്ലെറ്റ് ആണ്. സെക്കൻഡറി വേവ്ലെറ്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? എടാ ഇയാൾക്കായിട്ട് നമുക്ക് എന്ത് വരയ്ക്കുക? ഒരു കോമൺ വരച്ചൂടെ? ഇയാളൊരു കോമൺ ടാൻജന്റ് വരയ്ക്കുക. കോമൺ ടാൻജന്റ് എന്ന് എങ്ങനെ വരും? എടാ കോമൺ ടാൻജന്റ് നമുക്ക് ഇങ്ങനെ വരച്ചൂടെ? ഇതാണ് കോമൺ ടാൻജന്റ്. അപ്പൊ നമുക്ക് സി ഡി കിട്ടി. സി ഡി ആണ് എന്ത്? റേ. എടാ സി ഡി ആണ് ശരിക്കും എന്ത്? റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട്. സി ഡി ആണ് ആര്? റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട്. അത് എന്തുകൊണ്ടാണ്? അപ്പൊ എന്ത് സംഭവിച്ചു? എടാ എന്നൊരു റേ ഞാൻ വരച്ചു കഴിഞ്ഞാൽ എന്നൊരു റേ എന്ത് ചെയ്യും? എന്നൊരു റേ ശരിക്കും ഇവിടെ പോയി വീഴും അല്ലെ? എന്നൊരു റേ ശരിക്കും ഇവിടെ പോയി വീഴും. ശരിയല്ലേ? ക്ലിയർ? അതേപോലെ തന്നെ ബി എന്നൊരാൾ ഇവിടെ പോയി വീഴും, ബി എന്നൊരാൾ ഇവിടെ പോയി വീഴും. ശരിയല്ലേ? അപ്പൊ ബി നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് വരയ്ക്കുമ്പോൾ ഇങ്ങോട്ട് പോകും അല്ലെ? എ അതേപോലെ ഇവിടെ ഇടിച്ച് ഇങ്ങോട്ടും പോകും. മനസ്സിലായോ? ഇതാണ് ശരിക്കും എന്ത്? റിഫ്ലക്റ്റഡ് റൈസ്. ക്ലിയർ ആണോ? എടാ കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇപ്പൊ എന്ത് ചെയ്തു? ഈ എ എന്ന് പറഞ്ഞത് ഒരു പോയിന്റ് സോഴ്സ്, അയാൾ ഉണ്ടാക്കുന്ന സെക്കൻഡറി വേവ്ലെറ്റ് ആണ് സി. ഡി എന്ന് പറഞ്ഞത് ഒരു പോയിന്റ് സോഴ്സ്, അയാൾ ഉണ്ടാക്കുന്ന സെക്കൻഡറി വേവ്ലെറ്റ് ആണ് ഡി. ആ സിന്റെയും ഡിക്ക് ഒരു കോമൺ ടാൻജന്റ് വരച്ചു. സിക്കും ഡിക്കും ഒരു കോമൺ ടാൻജന്റ് ഞാൻ വരച്ചു ഇങ്ങനെ. സിക്കും ഡിക്കും ഒരു കോമൺ ടാൻജന്റ് ഞാൻ വരച്ചു ഇങ്ങനെ. ക്ലിയർ അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? ബി നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു, എ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു. കാരണം ഇതെല്ലാം അവരെ റേഡിയസ് ആയിട്ട് ആക്ട് ചെയ്യാം. ഇവിടെ ക്ലിയർ ആണോ? അപ്പോൾ എയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു, ബിയിൽ നിന്ന് ഇങ്ങോട്ട് പോയി. ഇയാൾ ഇങ്ങനെ പോവാണ്. എയിൽ വന്നാൽ ഇടിച്ച് റിഫ്ലക്ഷൻ നടക്കും, ഇങ്ങോട്ട് പോകും. ദാറ്റ് മീൻസ് ഇത് റിഫ്ലക്റ്റഡ് റേസ് ആണ്. അപ്പൊ ഈ സി ഡി ആരാണ്? റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട് ആണ്. റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട് ആണ്. ക്ലിയർ? ഇവിടെ കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? അപ്പൊ ഇയാൾ ഇൻസിഡന്റ് റേസ്, അപ്പൊ ഇതാണ് ഇൻസിഡന്റ് വേവ് ഫ്രണ്ട്, അയാൾക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് അല്ലെ? ഇത് റിഫ്ലക്റ്റഡ് റേസ്, അപ്പൊ അയാൾക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ആളാണ് റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട്. അത് വരയ്ക്കാൻ ഇത് രണ്ടും സെക്കൻഡറി സോഴ്സ് ആയിട്ട് എടുക്കുക. എന്നിട്ട് ഇയാൾ ഉണ്ടാക്കുന്ന ഒരു വേവ് ഫ്രണ്ട് ഇവിടെ, ഇയാൾ ഉണ്ടാക്കുന്ന വേവ് ഫ്രണ്ട് ഇവിടെ, അവരെ ടാൻജന്റ് വരയ്ക്കുക. അത് നമുക്ക് റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട് കിട്ടി. ഇത് റിഫ്ലക്റ്റഡ് റേസും കിട്ടി. എടാ ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ശ്രദ്ധിക്കുക, നമുക്കിനി എന്തേ ചെയ്യാനുള്ളൂ? ജസ്റ്റ് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ നോക്കണം. എങ്ങനെ നോക്കുക? ഞാനൊരു നോർമൽ വരച്ചു. എടാ ഇവിടെ ഞാനൊരു നോർമൽ വരച്ചു. ക്ലിയർ? അതേപോലെ തന്നെ ഇവിടെയും ഞാനൊരു നോർമൽ വരച്ചു. അപ്പൊ ചിത്രം കൃത്യമായിട്ട് വരയ്ക്കുക. നോർമൽ വരച്ചു. എടാ നോർമൽ വരയ്ക്കുമ്പോൾ ഇതല്ലേ ശരിക്കും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലേ? ഇതല്ലേ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്? അപ്പൊ ശ്രദ്ധിക്കട്ടോ, ഈ ചിത്രം കുറച്ച് മാത്തമാറ്റിക്സ് വരുന്നുണ്ട്. ഇതാണ് നോർമൽ അല്ലെ? ഇതാണ് നോർമൽ. ഇതാണ് ആര്? എടാ ഇതാണ് ഐ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ശരിയല്ലേ? ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ക്ലിയർ? പിന്നെ എന്തുണ്ട്? പിന്നെ ഇങ്ങോട്ടേക്ക് ഒരു റേ പോകുന്നുണ്ട് അല്ലെ? എ ബി എന്ന് പറഞ്ഞ ലൈൻ, എ എന്ന് പറഞ്ഞ ലൈൻ ഇങ്ങനെ വരുന്നുണ്ട്. ക്ലിയർ? ഇത് ബി. പിന്നെ അടുത്ത റെഡ് കളർ ഇങ്ങനെയും പോകുന്നുണ്ട്. ക്ലിയർ അല്ലേ? പക്ഷെ നമുക്കറിയാം ഇവർ രണ്ടാളും പെർപെൻഡിക്കുലർ അല്ലേ? ഇവർ രണ്ടാളും പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് സമയം? ഇത് ഐ ആണെങ്കിൽ ഈ മൊത്തം ആംഗിൾ എത്ര വരണം? 90 ഡിഗ്രി വരണ്ടേ? കാരണം ഇത് രണ്ടും പെർപെൻഡിക്കുലർ അല്ലേ? എടാ ഇയാളും ഇയാളും പെർപെൻഡിക്കുലർ അല്ലേ? സോറി, ഇയാളും പെർപെൻഡിക്കുലർ അല്ലേ? എടാ ഇയാളും ഈ ബ്ലാക്കും എ ബിയും പെർപെൻഡിക്കുലർ അല്ലേ? അല്ലേ? കാരണം നമ്മൾ ഇൻസിഡന്റ് റേക്ക് പെർപെൻഡിക്കുലർ ആയിട്ടല്ലേ ഇയാളെ വരച്ചത്. അപ്പൊ ഈ ആംഗിൾ എത്ര വരിക? 90. അപ്പൊ ഇത് 90 ആണെങ്കിൽ ഈ ആംഗിൾ എത്ര വരും? 90 മൈനസ് ഐ വരും. എടാ ഈ ആംഗിൾ 90 മൈനസ് ഐ വരില്ല. കാരണം ഈ ആംഗിളും മൊത്തം 90 കിട്ടണം. അത് 90 മൈനസ് ഐ. 90 മൈനസ് ഐ വന്നാൽ ഈ മൊത്തം ആംഗിൾ ഐ ആയിരിക്കൂലേ? ശരിയാണ്, കാരണം അത് മൊത്തം 180 ഡിഗ്രി വരണ്ടേ? ശരിയല്ലേ? ദാറ്റ് മീൻസ് ഇത് ഐ ആണെങ്കിൽ ഇത് 90 മൈനസ് ഐ. അപ്പൊ ഇതും 90 മൈനസ് ഐ അല്ലേ വരിക? ഇത് 90 മൈനസ് ഐ വന്നാൽ ഈ ആംഗിൾ എത്ര വരും? ഐ. അപ്പൊ ഇതാണ് നിങ്ങളെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അവിടെ ക്ലിയർ ആണോ കോൺസെപ്റ്റ്? ഇത് നമ്മൾ ഇൻസിഡന്റ് റേ വെച്ച് വരയ്ക്കുന്നതാണ്. ഇത് നമ്മൾ എന്താണ്? വേവ് ഫ്രണ്ട് വെച്ച് വരയ്ക്കുന്നതാണ്. ക്ലിയർ ആണോ മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ്? അപ്പൊ ഈ ആംഗിൾ ഐ, പിന്നെ ഇയാൾ പെർപെൻഡിക്കുലർ, അപ്പൊ ഈ ആംഗിൾ 90 മൈനസ് ഐ. ആ ആംഗിൾ 90 മൈനസ് ഐ ആയി കഴിഞ്ഞാൽ, കാരണം ഈ ആംഗിൾ മൊത്തം ആംഗിൾ എത്ര വരണം? ഐ വരണം. അപ്പോഴല്ലേ ഇത് 90 മൈനസ് ഐ വരും. കാരണം ഇത് ഐ ആണെങ്കിൽ ഇത് 90 മൈനസ് ഐ. അപ്പൊ ഇത് 90 മൈനസ് ഐ ആയി ഇത് ഐ ആണെങ്കിൽ ഈ മൊത്തം ആംഗിൾ ഐ വരും. അപ്പൊ ഈ മൊത്തം ആംഗിൾ എന്ത് കിട്ടി? ഐ കിട്ടി. ക്ലിയർ ആണോ?
അതേപോലെ തന്നെ ഇതാണ് എന്ത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അത് നമ്മൾ ഇതേപോലെ ചെയ്യുമ്പോൾ ഈ മൊത്തം ആംഗിൾ ആരായി മാറും? ഈ മൊത്തം ആംഗിൾ ആരായി മാറും? ആംഗിൾ ഓഫ് റിഫ്ലക്ഷനുമായി മാറും. ക്ലിയർ ആണോ? എടാ നമ്മൾ ഇവിടെ ചെയ്ത അതേ ഓപ്പറേഷൻസ് തന്നെ ഇപ്പുറത്തും. ഇവിടെ നോർമൽ വെച്ച് ഇത് 6, ഇത് 6 ആകുമ്പോൾ അടുത്തത് 90 - 6. അപ്പോൾ ഈ ആംഗിൾ മൊത്തം എത്ര വരും? 6 വരും. ക്ലിയർ ആണോ ഈ ചിത്രം കാണിച്ചിട്ടുള്ളത്? അപ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസും കിട്ടി. ഇത് വേവ് ഫ്രണ്ടുമായിട്ടാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇത് റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ടുമായിട്ട് ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും കിട്ടി. ക്ലിയർ അല്ലേ? ഇനി നമുക്കിതിൽ ട്രയാങ്കിൾസ് നോക്കാം. കാരണം ഇത് എത്ര ആംഗിൾ വരിക? ഇതൊക്കെ 90 ഡിഗ്രി അല്ലേ? അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? BAC, ട്രയാങ്കിൾ BAC അല്ലേ? ട്രയാങ്കിൾ BAC ഈക്വൽ ടു എന്ത് കിട്ടും? ട്രയാങ്കിൾ CDB കിട്ടും. ട്രയാങ്കിൾ CDB. ക്ലിയർ അല്ലേ? കാരണം അത് രണ്ടും പെർപെൻഡിക്കുലർ. രണ്ടാളെ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ് അല്ലേ? കാരണം ഈ ആംഗിളും 90 ഡിഗ്രി വരും, ഈ ആംഗിളും ഉണ്ടായി. കാരണം പെർപെൻഡിക്കുലർ അല്ലേ? നമ്മൾ കറക്റ്റ് പെർപെൻഡിക്കുലർ അല്ലേ വരയ്ക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ആംഗിളും ഈ ആംഗിളും 90 ഡിഗ്രി വരില്ലേ? അപ്പോൾ എന്താ സംഭവിക്കുക? ട്രയാങ്കിൾ BAC ഈക്വൽ ടു ട്രയാങ്കിൾ CDB. കാരണം നമുക്കറിയാം ഈ AC ഈക്വൽ ടു, എടാ AC എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ്. BD ഈക്വൽ ടു VT ആയിരിക്കും. BD ഈക്വൽ ടു V. V എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്പീഡ് ഓഫ് ലൈറ്റ്. ക്ലിയർ അല്ലേ? കാരണം എടാ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു. A മുതൽ C വരെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്, അതേപോലെ B മുതൽ D. കാരണം രണ്ടും സെയിം വേവ് ഫ്രണ്ടിലെ സെക്കൻഡറി ഡിസ്റ്റർബൻസ് ആണ്. അപ്പോൾ A മുതൽ C വരെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസും B മുതൽ D വരെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. അപ്പോൾ AC ഈക്വൽ BD ഈക്വൽ VT വരും അല്ലെ? ഡിസ്റ്റൻസ് ഈക്വൽ വെലോസിറ്റി ഇൻടു ടൈം. കാരണം ഇയാൾ T ടൈമിൽ ഇവിടെ എത്തും. ദാറ്റ് മീൻസ് ഇവിടെ ടൈം 0 ആണ്. T ടൈമിലാണ് ഇവിടെ എത്തിയിട്ടുണ്ടാവുക. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ടൈം 0, T ടൈമിൽ ഇവിടെ എത്തി. അപ്പോൾ ഈ സ്പീഡും സെയിം ആണ്. അപ്പോൾ ഡിസ്റ്റൻസും സെയിം ആണ്. ഡിസ്റ്റൻസ് ഈക്വൽ എന്ത് കിട്ടും? VT. അപ്പോൾ ട്രയാങ്കിൾ BAC ഈക്വൽ ടു ട്രയാങ്കിൾ CDB. എടാ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് സെയിം ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ട്രയാങ്കിൾ ABC ഈക്വൽ ടു ട്രയാങ്കിൾ ABC ഈക്വൽ ടു ട്രയാങ്കിൾ എന്ത് കിട്ടും? DCB കിട്ടും. DCB ദാറ്റ് മീൻസ് ABC എന്ന് പറഞ്ഞാൽ I, DCB എന്ന് പറഞ്ഞാൽ R. സോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ കിട്ടും. ഇതാണ് ലോ ഓഫ് റിഫ്ലക്ഷൻ പറയുന്നത്. എടാ പ്രൂഫ് എളുപ്പമാണ്, പക്ഷെ ആ കോൺസെപ്റ്റ് കുറച്ച് ഡ്രൈ ആണ്, ശ്രദ്ധിക്കണം അല്ലേ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, അതിനാണ് ലോ ഓഫ് റിഫ്ലക്ഷൻ പറയുന്നത്. മനസ്സിലായോ? എടാ അപ്പോൾ ഇവിടുത്തെ സ്പീഡ് എത്രയുള്ളൂ? ഈ മീഡിയത്തിലെ സ്പീഡ് എത്രയാണ്? ഈ മീഡിയത്തിലെ സ്പീഡ് V ആണ് അല്ലേ? ഈ മീഡിയത്തിലെ സ്പീഡ് V ആണ്. ക്ലിയർ ആണോ? അപ്പം ജസ്റ്റ് ഒന്നുകൂടി ഞാൻ പെട്ടെന്ന് പറയാം, ചിത്രം കൃത്യമായിട്ട് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻസിഡന്റ് റേ. ആ ഇൻസിഡന്റ് റേക്ക് എന്ത് വരയ്ക്കുക? പെർപെൻഡിക്കുലർ വരയ്ക്കുക. അതാണ് ആര്? വേവ് ഫ്രണ്ട്. അപ്പോൾ ഈ AB നമുക്ക് എന്ത് വേവ് ഫ്രണ്ട് എന്ന് പറയാം? ഇൻസിഡന്റ് വേവ് ഫ്രണ്ട് എന്ന് പറയാം. അത് ക്ലിയർ അല്ലേ? AB ഇൻസിഡന്റ് വേവ് ഫ്രണ്ട്. ഇനി ആ A എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും B എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും സെക്കൻഡറി ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അപ്പോൾ A എന്ന് വരുന്ന ഡിസ്റ്റർബൻസ് ഞാൻ എന്ത് ചെയ്തു? ഇതൊരു പോയിന്റ് സോഴ്സ് ആണ്, ഒരു സ്ഫിയറിന്റെ ഭാഗം ഞാൻ ഇവിടെ വരച്ചു. B എന്ന് വരുന്നത് ഇവിടെയും വരച്ചു. ക്ലിയർ? അപ്പോൾ BD വരും, AC വരും, രണ്ടും തുല്യമായിരിക്കും ഡിസ്റ്റൻസ് അല്ലേ? A to C യും B to D യും തുല്യം. കാരണം ഇത് ടൈം T0 എന്ന് തുടങ്ങി ടൈം T വരെ എത്തി അല്ലടാ. അപ്പം എന്താ സംഭവിക്കുക? B മുതൽ D വരെയും A മുതൽ C വരെയും ഡിസ്റ്റൻസ് സെയിം, അതാണ് VT. ക്ലിയർ? കാരണം സ്പീഡ് V യും ടൈം T ആയാൽ VT. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് എന്താ ചെയ്തത്? ഈ CD എന്ന് പറഞ്ഞ സെക്കൻഡറി വേവിലെറ്റ് നമുക്ക് കിട്ടി. ആ സെക്കൻഡറി വേവിലെറ്റ് ഒരു ടാൻജന്റ് വരയ്ക്കുക. ടാൻജന്റ് വരയ്ക്കുമ്പോൾ നമുക്കൊരു പുതിയ വേവ് ഫ്രണ്ട് കിട്ടും. അതാണ് റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട്. അതുകൊണ്ടാണ് CD നമ്മൾ എന്തായിട്ട് എടുത്തത്? റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട് ആയിട്ട് എടുത്തത്. കാരണം ലൈറ്റ് റേസ് ഇങ്ങനെയാണ് പോകുന്നത്, അപ്പോൾ അവർക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വന്നു. ക്ലിയർ? ഇനി ഈ ആംഗിളും ഒക്കെ 90 ആണ്. അപ്പോൾ ട്രയാങ്കിൾ BAC ഈക്വൽ ട്രയാങ്കിൾ CDB അല്ലെ? ട്രയാങ്കിൾ BAC ഈക്വൽ ട്രയാങ്കിൾ CDB. അതേപോലെ തന്നെ AC ഈക്വൽ ടു BD ഈക്വൽ VT. പിന്നെ നമ്മൾ I ഉം R ഉം കണ്ടുപിടിക്കണം. എങ്ങനെയാണ്? ഇവിടെ അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നോർമലി ഞാൻ വരച്ചു I അല്ലെ? ഇവിടെ ഞാൻ നോർമൽ വരച്ചു I. അപ്പോൾ ഇത് 90 - I. അപ്പോൾ ഇതും 90 - I വരും അല്ലെ? ഇത് I, ഇത് 90 - I, ഇത് 90 - I ആകുമ്പോൾ ഈ മൊത്തം ആംഗിൾ I വരും. അപ്പോൾ ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അതേപോലെ തന്നെ ഇത് R, ഇത് 90 - R. അപ്പോൾ ഈ ആംഗിൾ മൊത്തം എത്ര വരും? 6 വരും. ശരിയല്ലേ? അപ്പോൾ ഇത് I കിട്ടി, ഇത് R കിട്ടി. അപ്പോൾ ട്രയാങ്കിൾ ABC. കാരണം മറ്റ് ഈ രണ്ട് ആംഗിൾസും ഡിസ്റ്റൻസും തുല്യമായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ട്രയാങ്കിൾ
എ ബി സി ഈക്വൽ ടു ട്രയാങ്കിൾ ഡി സി ബി. ഇത് ഐ ആണ്, ഇത് ആറാണ്. സോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇതാണ് ലോ ഓഫ് റിഫ്ലക്ഷൻ പറയുന്നത്. ഇവിടെ ക്ലിയർ ആണോ? ഇനി നമ്മുടെ റിഫ്ലക്ഷൻ പറഞ്ഞു, അടുത്ത റിഫ്രാക്ഷൻ. അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, കാരണം ഇതിൽ ഇൻ്റർഫിയറൻസും ഡൈഫ്രാക്ഷനും ആണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. ഓക്കെ, ബോർഡിനാണെങ്കിലും ശരി എൻട്രൻസിനാണെങ്കിലും ശരി. അപ്പോൾ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി, കാരണം നമ്മൾ റിഫ്ലക്ഷൻ്റെ റിസൾട്ടാണ് വേണ്ടത്. ആ റിസൾട്ട് നമുക്ക് ഓൾറെഡി റേ ഓപ്റ്റിക്സ് നമ്മൾ പഠിച്ചു. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, കാരണം ആ കോൺസെപ്റ്റ് കുറച്ച് ആ വേവ് ഫ്രണ്ടൊക്കെ വരച്ച് വേണം ചെയ്യാൻ. അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, കോൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക എന്ന് മാത്രം. പക്ഷേ ഇതിന് ശേഷം വരുന്ന സംഭവങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ എക്സാമിന് ചോദിക്കുന്ന ഒരു ഏരിയയാണ്. ഓക്കെ, റിഫ്രാക്ഷൻ. റിഫ്രാക്ഷൻ നമുക്കറിയാം എന്താണ്? ബെൻഡിങ് ആണ്, ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ ഇതേപോലത്തെ ഒരു സംഭവം എടുത്തു വിചാരിക്കാം, എക്സ് വൈ എന്നുള്ളൊരു മീഡിയം എടുത്തു വിചാരിക്കാം. ക്ലിയർ? ഇത് റെയറർ മീഡിയം എന്ന് വിചാരിക്കാം. അടുത്ത റെയറർ മീഡിയം, അവിടുത്തെ സ്പീഡ് v1. നമുക്കറിയാം അവിടുത്തെ സ്പീഡ് കൂടുതലായിരിക്കും അല്ലേ? അപ്പോൾ ഇത് ഡെൻസർ മീഡിയം ഒക്കെ നമ്മൾ ഓൾറെഡി റേ ഓപ്റ്റിക്സിൽ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്തത് അല്ലേ? കാരണം അതേ സംഭവം തന്നെ വരുന്നത്, അവിടെ റേ ആന്ന് മാത്രം, അവിടെ വേവ് ഫ്രണ്ട് ആന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇത് റെയറർ മീഡിയം, അവിടുത്തെ സ്പീഡാണ് v1. ഇത് ഡെൻസർ മീഡിയം, അവിടുത്തെ സ്പീഡാണ് v2. എന്താ സംഭവിക്കുക? v1 ഗ്രേറ്റർ ദാൻ v2 ആയിരിക്കും അല്ലേ? v1 ഗ്രേറ്റർ ദാൻ v2 അല്ലേ? കാരണം റെയറുള്ള സ്പീഡ് കൂടുതലായിരിക്കും അല്ലേ? ഇത് നമുക്ക് എയർ ഒക്കെ ആണെങ്കിൽ സി എൻ എടുക്കാം അല്ലേ? ഇനി നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ ആദ്യം ഇൻസിഡന്റ് റേ കാണിക്കുക. നമ്മൾ ആദ്യം എന്ത് കാണിക്കുക? ഇൻസിഡന്റ് റേ കാണിക്കുക. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഇൻസിഡന്റ് റേ. നേരത്തെ വരച്ച പോലെ തന്നെ ഇതാണ് ആര്? ഇൻസിഡന്റ് റേ. ക്ലിയർ? ഇൻസിഡന്റ് റേക്ക് എന്ത് വരയ്ക്കുക? ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക അല്ല? ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവിന് പെർപെൻഡിക്കുലർ ആയ നമുക്ക് വേവ് ഫ്രണ്ട് കിട്ടും അല്ലേ? അപ്പോൾ നേരത്തെ വരച്ച പോലെ തന്നെ ഞാൻ വീണ്ടും ഒരു പെർപെൻഡിക്കുലർ വരച്ചു അല്ലേ? അപ്പോൾ ഇത് ബി, ഇത് എ. ഈ ബി ആണെന്ത്? ഇൻസിഡന്റ് വേവ് ഫ്രണ്ട്. നമ്മുടെ റിഫ്ലക്ഷൻ പറഞ്ഞ പോലെ തന്നെ ബി എ അല്ലെങ്കിൽ എ ബി എന്താണ്? ഇൻസിഡന്റ് വേവ് ഫ്രണ്ട്. ഇൻസിഡന്റ് വേവ് ഫ്രണ്ട്. ക്ലിയർ അല്ലേ? ആ കോൺസെപ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റിന് പെർപെൻഡിക്കുലർ ആയിരിക്കും വേവ് ഫ്രണ്ട്, പ്ലെയിൻ വരച്ചാൽ. അപ്പോൾ അതാണ് എ ബി. അപ്പോൾ എ ബി എന്ന് പറയുന്നത് ഇൻസിഡന്റ് വേവ് ഫ്രണ്ട്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ലൈറ്റ് റേസ് ഇങ്ങോട്ട് പോകും, കാരണം നേരത്തെ റിഫ്ലക്ഷൻ നടക്കാൻ വെച്ചാൽ ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് പോവുക അല്ല? നേരത്തെ മിറർ പോലത്തെ സംഭവമാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? ഇൻസിഡന്റ് ഇവിടെ വന്ന് വീഴും, അങ്ങോട്ടാണ് പോവുക അല്ലെ? ഇപ്പം എന്ത് സംഭവിച്ചും ഇതിലൂടെ പാസ് ചെയ്യും, പക്ഷെ സ്പീഡ് ഡിഫറെൻ്റ് ആണ്. ശരിയല്ലേ? അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു സോഴ്സ് അല്ലേ? എടാ, ഈ എയും ബിയും ആരായിട്ട് ആക്ട് ചെയ്യും? എയും ബിയും സോഴ്സ് ഓഫ് എന്താണ്? എ ബി എന്താണ്? സോഴ്സ് ഓഫ് സെക്കൻഡറി ഡിസ്റ്റർബൻസ് ആണ്. ശരിയല്ലേ? എയും ബിയും സോഴ്സ് ഓഫ് ആരാണ്? സെക്കൻഡറി ഡിസ്റ്റർബൻസ്. അപ്പോൾ ഒരു സെക്കൻഡറി വേവ്ലെറ്റ് ഉണ്ടാക്കൂലേ? അപ്പോൾ എന്റെ ഇപ്പൊ ബി എന്ന് പറഞ്ഞ സംഭവത്തിന് ഞാൻ ഇവിടെ എടുത്തു വിചാരിക്കുക. എടാ, ബി എന്ന് പറഞ്ഞ സംഭവത്തിന് ഞാൻ ഇവിടെ എടുത്തു, അതേപോലെ തന്നെ ഞാൻ എ ഇവിടെ എടുത്തു വിചാരിക്കുക. എ എന്ന് പറഞ്ഞ വേവ് ഫ്രണ്ട് ഞാൻ ഇവിടെ എടുത്തു. ക്ലിയർ? അപ്പൊ ഇത് എ കാരണം ഉള്ളതാണ് എന്ത്? അപ്പൊ എ കാരണം എന്ത് ചെയ്യും? ഈ സാധനം ഇങ്ങനെ ഇങ്ങോട്ട് വന്നു അല്ലെ? എ കാരണം ഒരു സംഭവം ഇങ്ങോട്ട് വന്നു, ബി കാരണം കുറച്ച് ഇങ്ങോട്ട് വരും, കാരണം ഈ ബെൻഡിങ് നടക്കും, കാരണം സ്പീഡ് ഡിഫറെൻ്റ് ആണ്. ഇവിടെ സ്പീഡ് ഡിഫറെൻ്റ് ആണെങ്കിൽ ചെറിയ രീതിയിൽ ബെൻഡിങ് നടക്കൂലേ? ബെൻഡിങ് നടക്കും. ക്ലിയർ? അപ്പൊ ഇതാണ് ആര്? സി ഡി. സി ഡിക്ക് നമ്മൾ എന്ത് ചെയ്യണം? കോമൺ ആയിട്ട് ഒരു ടാൻജന്റ് വരയ്ക്കുക. ഇവിടെ രണ്ടാളും മീറ്റ് ചെയ്യുന്ന കോമൺ ടാൻജന്റ് വരയ്ക്കുക. അപ്പോൾ നമുക്ക് സി ഡി കിട്ടി. ഇവിടെ കൃത്യമായിട്ട് വരയ്ക്കുക കേട്ടോ, ഞാനെ കൂടി വരച്ച് കൊളായിട്ടുണ്ട്. ഓക്കെ, സി ഡി. അപ്പോൾ സി ഡി എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട് അല്ലെ? എ ആൻഡ് ബി സോഴ്സ് ഓഫ് സെക്കൻഡറി ഡിസ്റ്റർബൻസ്. അപ്പോൾ സി ഡി എന്തുണ്ടാക്കും? സി ഡി സെക്കൻഡറി വേവ്ലെറ്റ് ഉണ്ടാക്കും അല്ലെ? സി ഡി സെക്കൻഡറി വേവ്ലെറ്റ്, അവർക്കൊരു കോമൺ ടാൻജന്റ് വരയ്ക്കുക. അല്ല ഹൈജീൻ പറഞ്ഞത്. അപ്പോൾ സി ഡി ആരാവും? സി ഡി ആരാവും? റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട് ആണ്. സി ഡി റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട്. ക്ലിയർ? പക്ഷേ ഇവിടെ ഈ ലൈറ്റ് ട്രാവൽ ചെയ്ത് ഏതാ സ്പീഡ്? v1 ആണ്. പക്ഷെ ഇവിടെ ഏതാ സ്പീഡ്? v2. രണ്ട് സ്പീഡും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും? എ സിന്റെ വാല്യൂ എത്രയായിരിക്കും? എ സി ഈക്വൽ ടു v1t ആണ് കിട്ടുക. കാരണം എ സി എന്ന് പറയുന്നത് v1t, കാരണം ഇവിടുത്തെ സ്പീഡ് v1 ആണ്, ടൈം t, കാരണം രണ്ടും t = 0 ആണ്. ഇവിടെ ആകുമ്പോൾ ടൈം t = 0, ഇവിടെ എത്തുമ്പോഴാണ് ടൈം t ആവുക. ക്ലിയർ? അപ്പോൾ ആ ടൈമിൽ എന്ത് സംഭവിക്കും? എ സി എന്ന് പറയുന്നത് v1t, ബി ഡിയോ? ബി ഡി എന്ന് v2t ആണ്, കാരണം രണ്ടിന്റെ സ്പീഡ് ഡിഫറെൻ്റ് ആണ്. നേരത്തെ രണ്ടും സെയിം ആയിരുന്നു,
കാരണം ഒറ്റ മീഡിയത്തിലാണ് നേരത്തെ റിഫ്ലക്ഷൻ നടന്നത്, ഇത് റിഫ്രാക്ഷൻ ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇത് ഫസ്റ്റ് മീഡിയത്തിലാണ്. അപ്പോൾ AC എപ്പോഴായിരിക്കും? V1t. BD എന്തായിരിക്കും? V2t. പക്ഷെ നമുക്ക് ആരായിരിക്കും കൂടുതൽ എപ്പോഴും? AC ഗ്രേറ്റർ ദാൻ ആരായിരിക്കും? BD. കാരണം ഇത് സ്പീഡ് കൂടുതലായ കാരണം കുറേ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും, ഇത് സ്പീഡ് കുറവായ കാരണം ഡിസ്റ്റൻസ് കുറവായിരിക്കും. ക്ലിയർ ആണോ? ഇത്രയും മനസ്സിലായിട്ടുണ്ടോ സംഭവം? ഇനി എളുപ്പമാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ സംഭവം, ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ. AC മറ്റേത് V2t, AC ഗ്രേറ്റർ ദാൻ BD ഒക്കെ ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് എന്ത് വരച്ചാൽ മതി ഇവിടെ? ഇവിടെ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഏതായിരുന്നു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമുക്ക് കിട്ടിയത്? എടാ ഇതല്ല നമുക്ക് നേരത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കിട്ടിയത് അല്ലേ? ഇതല്ല നമുക്ക് നേരത്തെ എന്ത് കിട്ടിയത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഓർമ്മല്ലേ? ഇതായിരുന്നു ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ശരിയല്ലേ? ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഓക്കെ. ഇനി നമ്മൾ എങ്ങനെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ നോക്കുക? ഇവിടെ ഒരു നോർമൽ വരയ്ക്കുക അല്ലേ? നമ്മൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എങ്ങനെ നോക്കുക? ഇതാണ് ഇൻസിഡന്റ് റേ, ഇതല്ലേ റിഫ്രാക്റ്റഡ് റേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മീൻസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ നോക്കണമെങ്കിൽ ഈ AC BD അല്ലേ? അപ്പോൾ ഞാൻ ഇവിടെ ഒരു നോർമൽ വരച്ചു. പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. ഓക്കെ, ഇതല്ല ശരിക്കും, ഇതാണ് ഇൻസിഡന്റ് റേ, ഇതാണ് റിഫ്രാക്റ്റഡ് റേ. ശരി, കറക്റ്റ്. അപ്പോൾ നമുക്ക് ഇവിടെയല്ലേ നോർമൽ വരയ്ക്കുക. അപ്പോൾ ഇവിടെ നോർമൽ വരയ്ക്കുമ്പോൾ ഇതാണ് R വരിക, ശരിയല്ലേ? ഇതാണ് R വരിക അല്ലേ? നേരത്തെ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു. ഇതെന്തായിരുന്നു? I. അത് നമ്മൾ നേരത്തെ റിഫ്ലക്ഷൻ പ്രകാരം കിട്ടി. അപ്പം പിന്നെ അത് നോക്കേണ്ട ആവശ്യം. ഇനി ഇത് R ആണ്. ഈ ആംഗിൾ R അല്ലേ? അപ്പോൾ ഈ ആംഗിൾ R ആവുമ്പോൾ സ്വാഭാവികമായിട്ടും അല്ലേ, കാരണം നമ്മൾ ഇൻസിഡന്റ് റേയും നോർമലും തമ്മിൽ വരച്ചു. ഇനി അതേപോലെ ഞാൻ പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ നോർമൽ വരച്ചു. നോർമൽ വരയ്ക്കുമ്പോൾ നമുക്ക് സാധാരണ എന്ത് കിട്ടുക? ഇതാണ് ശരിക്കും I വരിക, ശരിയല്ലേ? അല്ലെ, നോർമലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് I. പക്ഷെ നമുക്കത് സോൾവ് ചെയ്യുമ്പോൾ ഇത് Iക്ക് തുല്യമാണ്. നമ്മൾ നേരത്തെ റിഫ്ലക്ഷനിൽ പ്രൂവ് ചെയ്തു. അപ്പോൾ ഇതാണ് R. ഇത് R ആവുമ്പോൾ ഈ ആംഗിൾ എത്ര വരും? ഈ ആംഗിൾ 90 - R വരില്ലേ? കാരണം ഇത് പെർപെൻഡിക്കുലർ അല്ലേ? ഈ ആംഗിൾ R, ഇത് 90 - R, ഇതും പെർപെൻഡിക്കുലർ അല്ലേ? ഇതും 90 വരും. മനസ്സിലാവുന്നുണ്ടോ കോൺസെപ്റ്റ്? ഇത് നോർമൽ വരച്ചു. B എന്ന് പറഞ്ഞ പോയിന്റ് ഞാൻ നോർമൽ വരച്ചു. ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇതാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇത് I ആയാൽ ഈ ആംഗിൾ I നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു. ഓക്കെ. ഇനി അടുത്ത എന്താ സംഭവിക്കുക? ഇതൊരു പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലേ? പെർപെൻഡിക്കുലർ. അപ്പോൾ ഇത് 90, ഇത് R ആണെങ്കിൽ ഇത് 90 - R. അപ്പോൾ ഇത് 90 - R, ഇത് 90 ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ആംഗിൾ എത്ര വരിക? R വരും. ക്ലിയർ ആണ് കോൺസെപ്റ്റ്? ഓക്കെ. അപ്പോൾ ഇത് R, ഇത് പെർപെൻഡിക്കുലർ ആണ് 90 - R. പിന്നെ ഇത് ഓൾറെഡി ഇത് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഇത് 90. അപ്പോൾ 90 - R വന്നാൽ സ്വാഭാവികമായിട്ട് ഇത് R ആവണം അല്ലേ? അപ്പോൾ ഇത് ഈ ആംഗിൾ എത്ര തന്നെ കിട്ടും? R കിട്ടും. ക്ലിയർ അല്ലേ? ഇതും R കിട്ടി. ഓക്കെ. അപ്പോൾ അത്രയുള്ള സംഭവം. ഈ ആംഗിൾ R കാണിക്കുക, ഈ ആംഗിൾ എത്ര തന്നെ വരും? R വരും. ശരിയല്ലേ? ഇനി ഞാൻ ട്രയാങ്കിൾ ABC, ട്രയാങ്കിൾ ABC ഇതിൽ പറ സൈൻ I എന്താ വരിക? ട്രയാങ്കിൾ ABCയിൽ സൈൻ I, സൈൻ എന്താ വരിക? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് അല്ലേ? ഓപ്പോസിറ്റ് AC ബൈ BC, AC ബൈ BC, ശരിയല്ലേ? സൈൻ I ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് AC ബൈ BC. അതേപോലെ തന്നെ ട്രയാങ്കിൾ BCD, ട്രയാങ്കിൾ BCD, ട്രയാങ്കിൾ BCD പറയൂ. സൈൻ R എന്താ വരിക? സൈൻ R സീക്കൽ എന്ത് വരും? സൈൻ Rഉം അതേപോലെ തന്നെ എന്താണ്? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് അല്ലെ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് ആണ് ഓപ്പോസിറ്റ് BD ബൈ BC, ശരിയല്ലേ? സൈൻ R സീക്കൽ ഇതാണ് R എടുക്കണം. ഈ ആംഗിൾ അല്ല, ഇത് വെച്ചിട്ട് നമ്മൾ ഇക്വേറ്റ്, വേവ് ഫ്രണ്ട് വെച്ചിട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യേണ്ടത് അല്ലേ? ഇത് വേവ് ഫ്രണ്ട് ആണ്, ഇത് വേവ് ഫ്രണ്ട് വെച്ചിട്ടാണ് ഇക്വേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സൈൻ R സീക്കൽ ടു എന്താണ്? BD ബൈ BC. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? N റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ പഠിച്ചില്ലേ? N സീക്കൽ എന്താണ്? സ്നെൽസ് ലോ പ്രകാരം സൈൻ I ബൈ സൈൻ R അല്ലേ? സ്നെൽസ് ലോ, അവിടെ സ്നെൽസ് ലോ പ്രകാരം N സീക്കൽ സൈൻ I ബൈ സൈൻ R എന്താണ്? AC ബൈ BC ഇൻറ്റു R ആരാണ്? BD ബൈ BC. BC ക്യാൻസൽ ആവും. N എന്ത് കിട്ടും? N സീക്കൽ ടു സൈൻ I ബൈ സൈൻ R ഈക്വൽ ടു എന്താ കിട്ടുക? BC ക്യാൻസൽ. അപ്പോൾ AC ബൈ
ബി ഡി വരും. എ സി ബൈ ബി ഡി വരും. എ സിയുടെ വാല്യൂ നമുക്ക് കിട്ടി. എത്രയാണ് എ സി? V1T. എ സി എന്ന് പറഞ്ഞാൽ V1T ഡിവൈഡിങ് ബൈ ബി ഡി ആരാണ്? V2T. V2T. ടി ക്യാൻസൽ ആവും. ഇപ്പം എന്ത് കിട്ടി? V1 ബൈ V2. ഇതന്നെ നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പഠിച്ചത്. ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 2 വിത്ത് റെസ്പെക്ട് ടു 1 അല്ലെ. എന്താ കിട്ടിയത്? N2 ബൈ N1 ഇസ് ഈക്വൽ ടു V2 ബൈ V1. അല്ലെങ്കിൽ നമുക്ക് എന്നിന്റെ ഫോമിൽ എന്താ ശരിക്കും? N1 ഇസ് ഈക്വൽ C ബൈ V1 ആണ്. N2 എന്താണ്? C ബൈ V2. അപ്പോൾ N21 എന്നതിന്റെ അർത്ഥം N21 എന്ന് പറഞ്ഞാൽ N2 ബൈ N1 എന്നല്ല അർത്ഥം. അപ്പോൾ C ബൈ V2 ഡിവൈഡിങ് ബൈ C ബൈ V1. അപ്പോൾ V1 ബൈ V2 കിട്ടും. ക്ലിയർ അല്ലേ? കാരണം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ പഠിച്ചു. ഫസ്റ്റ് മീഡിയം എയർ ആണെങ്കിൽ N1 എന്താണ്? C ബൈ V1. സെക്കൻഡ് മീഡിയം N2 ആണെങ്കിൽ C ബൈ V2. അപ്പോൾ N21 എന്നാൽ എന്താ അർത്ഥം? N2 ബൈ N1. അപ്പോൾ അത് V1 ബൈ V2 കിട്ടും. അപ്പോൾ സ്നെൽസ് ലോ സാറ്റിസ്ഫൈ ചെയ്തു. സ്നെൽസ് ലോ സാറ്റിസ്ഫൈ ചെയ്താൽ ഇതെന്തോ ഒബേ ചെയ്തു? ലോ ഓഫ് റിഫ്രാക്ഷൻ ഒബേ ചെയ്തു. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് ആരെ പ്രൂഫ്? റിഫ്രാക്ഷൻ്റെ പ്രൂഫ്. ക്ലിയർ ആണോ? ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. റിഫ്ലക്ഷൻ ആയിട്ട് കുറച്ചുകൂടി എളുപ്പമാണ്. റിഫ്രാക്ഷൻ ജസ്റ്റ് ഈ ഒരു ഇത് വരയ്ക്കുക, ഇത് നോർമൽ വരയ്ക്കുന്നത്, ഇത് അയ്യോ എന്ന് മനസ്സിലാക്കാൻ. ഓക്കെ, ഇത് 6 ഇത് 6 ആക്കാൻ. ക്ലിയർ. പിന്നെ ബാക്കി ജസ്റ്റ് സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാനേ ഉള്ളൂ. അവസാനത്ത് സ്നെൽസ് ലോ സാറ്റിസ്ഫൈ ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് ഹൈജീന് ഏതൊക്കെ പ്രൂവ് ചെയ്തു? റിഫ്ലക്ഷനും അതേപോലെ തന്നെ റിഫ്രാക്ഷനും ഏതുപയോഗിച്ച് പ്രൂവ് ചെയ്തു? വേവ് ഒപ്റ്റിക്സ് അല്ലെങ്കിൽ വേവ് തിയറി വെച്ച് പ്രൂവ് ചെയ്തു. ക്ലിയർ. നമുക്ക് 1-2 എക്സാമ്പിൾ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ നോക്ക്. മോണോക്രോമാറ്റിക് ലൈറ്റ് of wavelength 600 nanometer incident from air incident from air on glass surface. Incident from air on glass surface. What are the wavelength? What are the wavelength, frequency, speed of light, speed of refracted light, speed of refracted light in glass. N of glass കൊടുത്തിട്ടുണ്ട് 1.5. ഇവിടെ ശ്രദ്ധിക്കുക, ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? മൊണോക്രോമാറ്റിക്. എടാ മൊണോക്രോമാറ്റിക് എന്ന് പറഞ്ഞാൽ സിംഗിൾ വേവ് ലെങ്ത്. മൊണോക്രോമാറ്റിക് ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് അല്ലെ. അപ്പോൾ ലാംഡ കൊടുത്തിട്ടുണ്ട് എത്രയാണ്? 600 നാനോമീറ്റർ അല്ലെ. കൺവേർട്ട് ചെയ്യെങ്കിൽ 10⁻⁻9 വരും. ഓക്കെ. ഇൻസിഡന്റ് ഫ്രം എയർ ഓൺ ഗ്ലാസ് സർഫേസ്. അപ്പോൾ എയറും ഗ്ലാസും ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് റിഫ്രാക്ഷൻ ആണ് നടക്കുക. വാട്ട് ആർ ദ വേവ് ലെങ്ത്, ഫ്രീക്വൻസി, സ്പീഡ് ഓഫ് റിഫ്രാക്റ്റഡ് ലൈറ്റ്. അപ്പോൾ എന്നെ കൊടുത്തിട്ടുണ്ട് ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 അല്ലെങ്കിൽ 3/2 അല്ലെ. 1.5 അല്ലെങ്കിൽ 3/2. ഫ്രീക്വൻസി. എടാ ഫ്രീക്വൻസിക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റവും സംഭവിക്കില്ല. കാരണം ഫ്രീക്വൻസി ഒരിക്കലും മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, അത് സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ അല്ലേ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും വേവ്സിലൊക്കെ അല്ലേ, ഫസ്റ്റ് ഇയറിൽ. അപ്പോൾ നമുക്കറിയാം ഫ്രീക്വൻസി ഒരിക്കലും എന്ത് ചെയ്യൂല, മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൗണ്ട് ഉണ്ടായില്ലേ? അപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൗണ്ട് ഉണ്ടായി. ആ സൗണ്ടിന് ഒരു ഫ്രീക്വൻസി ഇല്ലേ? എടാ ആ ഫ്രീക്വൻസി എന്ത് ചെയ്യും? എയറിലും വാട്ടറിലൊക്കെ സെയിം ആയിരിക്കും. കാരണം ഞാൻ ഇപ്പോൾ സൗണ്ട് പ്രൊഡ്യൂസ് കഴിഞ്ഞാൽ എൻ്റെതാണ് ഫ്രീക്വൻസി, ഞാനാണ് സോഴ്സ്. ആ ഫ്രീക്വൻസി എയറിൽ പോവും, വാട്ടറിൽ പോവും, വേറെ എങ്കിലും മീഡിയത്തിൽ പോവും. അപ്പോഴൊക്കെ ഫ്രീക്വൻസി സെയിം ആവും, പക്ഷെ അതിൻ്റെ അകത്ത് കൂടെ പോകുന്ന സ്പീഡ് മാറിയിട്ടുണ്ടാവും. അപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സൗണ്ട് എയറിലുള്ള അതേ സ്പീഡായിരിക്കില്ല വാട്ടറിൽ, സ്പീഡ് വേറെ ആയിരിക്കും, വേവ് ലെങ്ത് മാറിയിട്ടുണ്ടാവും, പക്ഷെ ഫ്രീക്വൻസി റിമെയിൻ സെയിം. കാരണം സ്പീഡും വേവ് ലെങ്ത് ഒക്കെ മീഡിയത്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുക, പക്ഷെ ഫ്രീക്വൻസി മീഡിയത്തിനല്ല ഡിപ്പെൻഡ് ചെയ്യുക, സോഴ്സ് ചേഞ്ച് ചെയ്താലേ ഫ്രീക്വൻസി മാറുള്ളൂ. ശരിയാണോ? സോഴ്സ് മാറ്റിയാലേ ഫ്രീക്വൻസി മാറുള്ളൂ. പക്ഷേ
മീഡിയം മാറ്റിയാൽ സ്പീഡും വേവ് ലെങ്ത് ഒക്കെ മാറും. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ ഫ്രീക്വൻസി റിമെയിൻസ് എന്താണ്? സെയിം ആയിരിക്കും. അത് ആദ്യം മനസ്സിലാക്കുക. ഫ്രീക്വൻസി ആരാണ്? സെയിം. അതിന്റെ റീസൺ എന്താണ്? ഫ്രീക്വൻസി ഇൻഡിപെൻഡന്റ് ഓഫ് മീഡിയം. ഇറ്റ് ഓൺലി ഡിപ്പെൻഡ്സ് സോഴ്സ്. സോഴ്സ് മാറ്റിയാലേ ഫ്രീക്വൻസി മാറുള്ളൂ, അല്ലാതെ മീഡിയം മാറ്റിയാൽ ഫ്രീക്വൻസി മാറില്ല. ക്ലിയർ? അപ്പോൾ ഫ്രീക്വൻസി റിമെയിൻസ് സെയിം. പിന്നെ നിങ്ങളൊരു ഫോർമുല പഠിച്ചില്ലേ? ന്യൂ ഇസ് ഈക്വൽ എന്താണ്? സി ബൈ ലാംഡ. അല്ല, നമ്മൾ സാധാരണ വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും സ്പീഡൊക്കെ കണക്ട് ചെയ്യുന്ന ഫോർമുല എന്താണ്? ന്യൂ ഇസ് ഈക്വൽ സി ബൈ ലാംഡ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഫ്രീക്വൻസി റിമെയിൻസ് സെയിം ആണ്. ഇനി വേവ് ലെങ്ത് കണ്ടുപിടിക്കണം. അതിനിപ്പോൾ സ്പീഡ് കണ്ടുപിടിക്കുക ക്ലാസ്സിലെ. അതിനെന്താ ഫോർമുല? അവിടെ നിങ്ങൾ പഠിച്ചില്ലേ? എൻ ഇസ് ഈക്വൽ സി ബൈ വി അല്ലേ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഡിവൈഡിംഗ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. അപ്പൊ എന്നിന്റെ വാല്യൂ എത്ര കിട്ടിയത്? ഇവിടെ n 1.5 ഈക്വൽ ടു 3 ഇൻറ്റു 10⁸ ഡിവൈഡിംഗ് ബൈ v. ഇത് വെലോസിറ്റി ഇൻ ഗ്ലാസ് ആണ്. ലൈറ്റിന്റെ ഗ്ലാസ്സിലെ വെലോസിറ്റി. കാരണം മീഡിയം മാറിയാൽ സ്പീഡ് മാറും, ഫ്രീക്വൻസിയാണ് മാറാത്തത്. അപ്പോൾ വി ജി എന്ത് കിട്ടും? വി ജി ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 10⁸ ഡിവൈഡിംഗ് ബൈ 1.5 അല്ലേ? അപ്പോൾ എത്ര കിട്ടാം? 1.5 എന്ന് നമുക്ക് എന്തെടുക്കുന്നതിന് വേണമെങ്കിൽ 3/2 എന്ന് എടുക്കാം. 3/2 എന്ന് എടുക്കാം. അപ്പോൾ 3 ക്യാൻസൽ. അപ്പോൾ എന്ത് കിട്ടും? 2 ഇൻറ്റു 10⁸ മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ആ ഗ്ലാസ്സിലെ സ്പീഡ് എത്ര കിട്ടിയത്? 2 ഇൻറ്റു 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ക്ലിയർ അല്ലേ? അപ്പോൾ സ്പീഡ് കണ്ടുപിടിച്ചു. ഫ്രീക്വൻസി റിമെയിൻ സെയിം. പക്ഷെ വേവ് ലെങ്ത് അല്ലേ? അപ്പോൾ വേവ് ലെങ്ത് ആണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ വേവ് ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്കറിയാം ഫ്രീക്വൻസി റിമെയിൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. എടാ ഫ്രീക്വൻസി റിമെയിൻസ് എന്തായിരിക്കും? സെയിം. അപ്പോൾ സി ബൈ ലാംഡ ഇസ് ഈക്വൽ ടു, ഇത് ഫസ്റ്റ് മീഡിയം. അടുത്ത മീഡിയത്തിൽ എന്താ കിട്ടുക? വി ബൈ ലാംഡ ഡാഷ്. ശരിയല്ലേ? സി ബൈ ലാംഡ ഇസ് ഈക്വൽ ടു വി ബൈ ലാംഡ ഡാഷ്. കാരണം ഫ്രീക്വൻസി റിമെയിൻസ് സെയിം ആണ് അല്ലെ? ഫ്രീക്വൻസി ആദ്യത്തെ മീഡിയം എയർ ആണെങ്കിൽ പറഞ്ഞാൽ സി ബൈ ലാംഡ ഈക്വൽ, അടുത്തത് ഗ്ലാസ് ആണെങ്കിൽ വി ബൈ ലാംഡ ഡാഷ്. അപ്പോൾ ലാംഡ ഡാഷ് എന്താ വരിക? ലാംഡ ഡാഷ് ഇസ് ഈക്വൽ ടു എന്താ വരിക? വി ബൈ സി ഇൻറ്റു ലാംഡ. ലാംഡ ഡാഷ് ഇസ് ഈക്വൽ വി ബൈ സി ഇൻറ്റു ലാംഡ. വി എത്ര കിട്ടിയത്? 2 ഇൻറ്റു 10⁸ ഡിവൈഡിംഗ് ബൈ 3 ഇൻറ്റു 10⁸ ഇൻറ്റു വേവ് ലെങ്ത് എത്രയാണ്? 600 നാനോമീറ്റർ. അപ്പോൾ ആൻസർ നാനോമീറ്റർ തന്നെ കിട്ടും. ഞാൻ കൺവേർട്ട് ചെയ്യുന്നില്ല. 10⁸ 10⁸ ക്യാൻസൽ. 3 എത്ര ടൈംസ് പോവും? 200. അപ്പോൾ 200 ഇൻറ്റു 2 400 കിട്ടും ആൻസർ. അപ്പോൾ ലാംഡ ഡാഷ് എത്ര കിട്ടുക? 400 കിട്ടും. മനസ്സിലായോ? ലാംഡ ഡാഷ് 400 കിട്ടും. ക്ലിയർ ആണോ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ സ്പീഡും വേവ് ലെങ്ത് ഒക്കെ മാറും, പക്ഷേ ഫ്രീക്വൻസി മാറൂല. കാരണം ഫ്രീക്വൻസി സോഴ്സ് മാറ്റിയാലേ ഫ്രീക്വൻസി മാറുള്ളൂ. കാരണം സോഴ്സ് ആണ് ഫ്രീക്വൻസി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ലൈറ്റ് ട്രാവൽസ് a certain distance in water in 3 seconds. Light travels a certain distance in water in 3 seconds. How much time would it travel the same distance? Would it travel the same distance in air? Refractive index of water 4/3. ശ്രദ്ധിക്കുക, ലൈറ്റ് ട്രാവൽ എ certain distance in water in 3 seconds. അപ്പോൾ ലൈറ്റ് 3 സെക്കൻഡിൽ എന്ത് ചെയ്തു? വാട്ടറിൽ ഒരു certain distance ട്രാവൽ ചെയ്തു. ഇപ്പോൾ ഡി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് വാട്ടറിൽ 3 സെക്കൻഡ് ട്രാവൽ ചെയ്തപ്പോഴാണ് ഡി ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തത്. ഹൗ മച്ച് ടൈം വുഡ് ഇറ്റ് ട്രാവൽ സെയിം ഡിസ്റ്റൻസ് ഇൻ എയർ? അപ്പോൾ ഡിസ്റ്റൻസ് സെയിം ആണ്. 3 സെക്കൻഡ് ഡി ഡിസ്റ്റൻസ് 3 സെക്കൻഡ് വാട്ടറിൽ ട്രാവൽ ചെയ്താൽ ഇതേ ഡി ഡിസ്റ്റൻസ് എത്ര എയറിൽ ട്രാവൽ ചെയ്യുന്നതാണ് ചോദിച്ചുള്ളത്, എത്ര സമയം എടുക്കുന്നതാണ് ചോദിച്ചുള്ളത്. ശരിയല്ലേ? n എന്നിട്ട് 4/3. അപ്പോൾ എന്താണ് സംഭവം? n = c/v ആണ് അല്ലേ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് c/v. അപ്പോൾ n = സിക്ക് വരെ നമുക്ക് എന്തെടുക്കാം? സ്പീഡ് എന്താണ് ശരിക്കും? സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം. പക്ഷേ ഡിസ്റ്റൻസ് രണ്ടും സെയിം ആണ്.
അപ്പോൾ ഡി ബൈ ടി എ ഡിവൈഡിങ് ബൈ ഡി ബൈ ടി ഡബ്ല്യു. ശരിയല്ലേ? കാരണം എൻ സീക്കൽ സി ബൈ വി. ഇവിടെ സി എന്ന് പറഞ്ഞാൽ സ്പീഡ് എയർ, വി എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻ വാട്ടർ. സ്പീഡിന് വരെ നമുക്ക് എന്ത് ചെയ്യുക? ഡിസ്റ്റൻസ് ബൈ ടൈം. രണ്ടിലും ഡിസ്റ്റൻസ് സെയിം ആണ്. ഇവിടെ എയറിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസും വാട്ടറിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസും ആയിട്ട് സെയിം ആണെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. പക്ഷെ സമയം ഡിഫറൻ്റ് ആണ്. അപ്പോൾ ആദ്യത്തത് ടി ബൈ ഡി ബൈ ടി എ ഡിവൈഡിങ് ബൈ ഡി ബൈ ടി ഡബ്ല്യു. എന്ത് കിട്ടും? ഡി ബൈ ടി എ അല്ലേ ഇൻറ്റു ഡി ബൈ ടി ഡബ്ല്യു. ഡി ഡി ക്യാൻസൽ. അപ്പോൾ അവസാനം എന്ത് കിട്ടി? എൻ ഇസ് ഈക്വൽ ടു ടി ഡബ്ല്യു ബൈ ടി എ. ശരിയല്ലേ? എന്നിൻ്റെ വാല്യൂ എന്നിട്ട് എത്രയാണ്? 4/3. 4/3 ഈസ് ഈക്വൽ ടി ഡബ്ല്യു. വാട്ടറിലെ ടൈം എത്രയാണ്? 3 ഡിവൈഡിങ് ബൈ എയറിലെ ടൈമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ശരിയല്ലേ? ജസ്റ്റ് സി ബൈ വി. സിക്ക് വരെ ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് രണ്ടിലും സെയിം, ടൈം രണ്ടിലും ഡിഫറെൻറ്റ് അല്ലേ? അപ്പോൾ 4/3 ഈസ് ഈക്വൽ 3 ബൈ ടി എ. അപ്പോൾ ടി എ എന്ത് കിട്ടും? ടി എ ഈസ് ഈക്വൽ 3 × 3/4. അപ്പോൾ എത്ര കിട്ടുക? 9/4 സെക്കൻഡ് കിട്ടും. 9/4 സെക്കൻഡ് കിട്ടും. ശരിയല്ലേ? ക്ലിയർ ആണോ?